ഗുഡ് ഈവനിങ്. സംഗീതമയ ജീവിതത്തിൻ്റെ 146-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സഹർഷം സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു ഷോയെ നമുക്ക് വേണമെങ്കിൽ ഒരു റിയാലിറ്റി ഷോ എന്ന് വിളിക്കാം. കാരണം ജീവിതത്തിലെ ഏറ്റവും യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രശ്നമല്ല, ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ആത്യന്തികമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കുന്നു, നമ്മുടെ ചുറ്റുപാടുകളെ സ്നേഹിക്കുന്നു. അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്ന എല്ലാത്തിൻ്റെയും കൂടെ ഒരുപാട് കാലം ഇങ്ങനെ അനന്തമായിട്ട് കഴിഞ്ഞു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള സകലതിനെയും നമ്മൾ സ്നേഹിക്കുന്നു. പക്ഷേ നമുക്ക് എല്ലായ്പ്പോഴും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കണം എന്നില്ല എന്നല്ല, ജീവിക്കാൻ സാധിക്കില്ല. കാരണം ജീവിതം അതിൻ്റെ ഒരറ്റത്ത് നമ്മൾ ഈ ഭൂമിയെ വിട്ടുപോകേണ്ട ഒരവസ്ഥയുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, ആശങ്കകൾ ഒക്കെ വരാറുണ്ട്. പലപ്പോഴും പലരും മരണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വരുമ്പം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട എന്ന് പോലും, നമുക്ക് ഇഷ്ടമില്ലാത്ത കാഴ്ചകൾ കാണണ്ട, അല്ലെങ്കിൽ വാർത്തകൾ കേൾക്കണ്ട എന്ന് പറയുന്ന പോലെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കണ്ട എന്ന് പറയും. പക്ഷേ അതിനപ്പുറം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ നിഴലിനെ കുറിച്ചാണ്. അപ്പം ഇന്ന് ഈ പ്രോഗ്രാമിൽ ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള ശ്രീമതി മെറീന ജോൺ ആണ്. കഴിഞ്ഞ 2 പ്രോഗ്രാമുകളിലൂടെ എനിക്കറിയാം ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ചിട്ടുണ്ട് മെറീന. അപ്പോൾ ഇന്ന് വളരെ സീരിയസ് ആയിട്ടുള്ള ഈ വിഷയത്തിൽ നമുക്ക് മെറീനയ്ക്ക് എന്തൊക്കെയാണ് നമ്മളോട് പറയാനുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് മെറീനയെ വെൽക്കം ചെയ്യാം. മെറീന, നമസ്കാരം. നമസ്കാരം അസിസിക, എല്ലാവർക്കും നമസ്കാരം. സംഗീതമയ ജീവിതത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ചിന്തകളും നല്ല പാട്ടുകളും നിങ്ങൾ ഇവിടെ സ്ഥിരമായി വരിക, കാണുക. തീർച്ചയായിട്ടും നമ്മൾ ഈ നല്ല ചിന്തകളുടെ കൂട്ടത്തിലാണ് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ചിന്ത ഇന്ന് വരുന്നത്. അപ്പം ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ നല്ല ധൈര്യമുള്ള ഒരാൾ എൻ്റെ കൂടെ വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെറീനയെ തന്നെ ഇതിന് ചൂസ് ചെയ്തത്. അപ്പൊ മെറീന, എന്താണ് ഒരു ഓപ്പണിംഗ് ആയിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്? ഓപ്പണിംഗ് ആയിട്ട് പറയുകയാണെങ്കിൽ, മരണം എന്നത് സുനിശ്ചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് എപ്പോ വരും എന്നുള്ള കാര്യത്തിൽ മാത്രം നമുക്ക് അത്ര നിശ്ചയം പോരാ. അപ്പം യാദൃശ്ചികമാണ് ഇന്ന് നമ്മൾ ഈ വിഷയം സംസാരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പം ഈ വിഷയത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ ഇരിക്കുമ്പോഴാണ് ഇന്നലെ എൻ്റെ ഒരു സഹപാഠിയുടെ മരണവാർത്ത ഞാൻ അറിയുന്നത്. ചെന്നൈയിലെ ലീബായിൽ എൻ്റെ കൂടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ക്ലാസ്മേറ്റ് ആണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മൂലം കഴിഞ്ഞ ദിവസം മരിച്ചു. ജസ്റ്റിനെ ഈ അവസരത്തിൽ ഓർക്കുന്നു. ജസ്റ്റിൻ്റെ കുടുംബത്തിന് ഈ വിഷമഘട്ടം കടന്നു പോകുവാനുള്ള ആ ഒരു ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും നമ്മളെല്ലാവരും, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എന്താ പറയുക, കുടുംബത്തിന് വേണ്ടിയും അതേപോലെ തന്നെ പിന്നെ ആത്മാവിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് ഈ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഈ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ മരണത്തെക്കുറിച്ചൊന്നും ആലോചിക്കില്ല. കാരണം നമ്മളിങ്ങനെ സ്കൂളിൽ പോകുമ്പോഴോ അല്ല അതിനു മുമ്പോ ഇത്തരം ഏതോ ഒരു സാഹചര്യത്തിൽ പെടുമ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. നമ്മളിപ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ മാതാപിതാക്കൾ പിന്നെ മരണപ്പെട്ടു പോയ പോലും കൊച്ചു കുട്ടികൾ, അവർക്ക് ഈ മരണത്തിൻ്റെ ആ ഒരു ഗൗരവമൊന്നും അറിയില്ല. അവർ വളരെ നിഷ്കളങ്കമായിട്ട് ഇരുന്ന് പിന്നെ ചിരിക്കുകയോ അല്ലെങ്കിൽ വളരെ നിഷ്കളങ്കമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയൊക്കെ ചെയ്യുന്ന ചില ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ വല്ലാതെ വേദനയൊക്കെ ഉണ്ടാക്കും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പത്തിൽ നമ്മൾ ഇതുമായിട്ട് ആദ്യമായിട്ട് ഇത്തരം ഒരു വാർത്തയെ നമ്മൾ അത് ശ്രവിച്ചതോ അല്ലെ അങ്ങനെ അത്തരം ഒരു സിറ്റുവേഷനിൽ പോയതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാം അല്ലേ? അതെ. അപ്പം ശരിക്കും പറഞ്ഞാൽ കുറെ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല. പക്ഷെ വളർന്നു കഴിഞ്ഞു വന്നാലും മനുഷ്യന് പൊതുവെ അറിയാത്ത കാര്യങ്ങളോട് ഒരു ഭയമുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾക്ക് ഗുണപ്പെടുന്ന ഒരു കാര്യമല്ല എന്നുണ്ടെങ്കിൽ. ഇവിടെ നമുക്ക് മരണത്തെക്കുറിച്ചുള്ള അറിവുകൾ ശരിക്കും പറഞ്ഞ കുറവാണ്. അങ്ങനെ പോയവരാരും തിരിച്ചു വന്ന് നമുക്ക് ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാരണം. അപ്പം അത് ചേട്ടൻ പറയാം. അല്ല, അത് ഇടയ്ക്ക് ഞാനിങ്ങനെ പറയുന്ന ഒരു പോയിന്റ് സ്ട്രെസ് ചെയ്തത് മനസ്സിലായി. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ഗുണപ്രദമല്ലെങ്കിലാണ് നമ്മൾ അതിനെ പേടിക്കുന്നത്. കാരണം ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേടിക്കുന്നില്ല, നമുക്ക് അറിയില്ല നമുക്ക് ലോട്ടറി അടിക്കോ ഇല്ലേന്ന്. പക്ഷെ നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു പേടിയില്ല. കാരണം പോയാൽ ഒരു 100 രൂപ 200 രൂപ കിട്ടിയാൽ ഒരുപാട് സമ്മാനം ഉണ്ടെന്ന്. പക്ഷേ ഈ വരാൻ പോകുന്ന കാര്യം നമുക്ക് ഗുണപ്രദം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും
അതിനെക്കുറിച്ചുള്ള ഒരു പേടി. ഇപ്പോൾ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ശരിയാവുമോ തെറ്റാവുമോ, മോശമായിട്ട് വരുമോ എന്നാണ് നമ്മൾ പേടിക്കുന്നത്. ശരിയായിട്ട് വരുമോ എന്ന് നമ്മൾ പേടിക്കുകയല്ല, പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പലപ്പോഴും ഈ മരണത്തെ നമ്മൾ പ്രതീക്ഷിക്കുകയല്ല, മരണത്തെ പേടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം നമുക്കെല്ലാം ജീവിതം ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ആപ്റ്റായിട്ടുള്ള ഒരു പാട്ട് വെച്ച് തുടങ്ങാം നമ്മുടെ സംഭാഷണത്തിൽ കൂടുതലായിട്ട് പോകുന്നതിന് മുമ്പ്. നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയെ സ്നേഹിക്കുന്നു, ഭൂമിയിലെ എല്ലാവരെയും സ്നേഹിക്കുന്നു. അപ്പോൾ ഭൂമിയെ സ്നേഹിച്ച ഒരു ദേവാംഗനയുടെ പാട്ടാണ് ശ്രീമതി മിനി മേനോൻ നമുക്ക് വേണ്ടി പാടുന്നത്. ONV സാറിന്റെ വരികൾ, ദേവരാജ മാഷയുടെ സംഗീതം. നീയത്ര ധന്യ എന്നുള്ള ചിത്രത്തിൽ ഇത് മാധുര്യമ്മ പാടിയതാണ്. അപ്പോൾ നമുക്ക് പാട്ട് കേട്ടതിന് ശേഷം എന്തൊക്കെയാണ് ബാക്കി ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നോക്കാം. ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചു. ഒരുവരും അറിയാതെ വന്നു മണ്ണിൽ ഒരു നിശാഗന്ധിയായി കൺ തുറന്നു. ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചു. ഒരുവരും അറിയാതെ വന്നു മണ്ണിൽ ഒരു നിശാഗന്ധിയായി കൺ തുറന്നു. ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചു. ഒരുവരും അറിയാതെ വന്നു മണ്ണിൽ ഒരു നിശാഗന്ധിയായി കൺ തുറന്നു. ദേവാംഗനയൊരു പൂവിൻ്റെ ജന്മം കൊതിച്ചു. ഒരുവരും അറിയാതെ വന്നു മണ്ണിൽ ഒരു നിശാഗന്ധിയായി കൺ തുറന്നു. ഒരു നിശാഗന്ധിയായി കൺ തുറന്നു. മിനി മേനോൻ മനോഹരമായിട്ട് പാടിയല്ലേ? മാധുര്യമ്മ പാടി മനോഹരമാക്കിയ ഗാനം. അതെ അതെ, കൺഗ്രാറ്റ്സ്.
വളരെ വളരെ മനോഹരമായിട്ട് അത് ഓരോ ഭാഗവും അതെടുത്ത ആസ്വദിച്ച ആ ഒരു അതിനോട് ചേർന്നാണ് ആള് പാടുന്നത്. അതെ. ശ്രീമതി മിനി മേനോൻ ഒരു സംഗീത അധ്യാപിക കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പാട്ടിന്റെ സംഗീതമൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അതാണ്. ഓക്കേ. അപ്പം ഇനി ഞാൻ സബ്ജക്റ്റിലേക്ക് നേരിട്ട് വരുമ്പോഴേ ഈ ഇതിൽ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള കാര്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള കുറെ ആശ്വാസങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടെത്തും. കാരണം ജീവിതം തീർന്നു എന്ന് പറയുന്നിടത്ത് നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് മുന്നോട്ട് നമ്മളെ നയിക്കാൻ ചില പ്രതീക്ഷകൾ, പിന്നെ ചില പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു അടിസ്ഥാന തത്വത്തിലാണ്, മരണവുമായി ബന്ധപ്പെട്ട ഒരു തത്വമായിട്ടാണ് മിക്കവാറും എല്ലാ മതങ്ങളും നമുക്ക് പിന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ, പിന്നെ അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാ മതങ്ങളും മനുഷ്യനെ പഠിപ്പിക്കുന്നത്. അല്ലേ? എന്താണ് പറയുന്നത് അഭിപ്രായം? ഈ പാട്ടിൽ പറയുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ആരും അറിയാതെ വന്നു, നമ്മുടെ കാലങ്ങളും നിമിഷങ്ങളും ഒക്കെ ശലഭങ്ങളായിട്ട് അങ്ങ് പോകും. മനുഷ്യന് കാലാകാലങ്ങളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമസ്യയാണ് ഒരു ശലഭത്തെ പോലെ, ഒരു പൂവിനെ പോലെ പൊഴിഞ്ഞു വീഴുന്ന ഒരു ജീവിതം. ആ ജീവിതത്തിന് എന്താണ് അതിന്റെ അർത്ഥം, അതിന്റെ ഉദ്ദേശ്യം എന്താണ് എന്നുള്ള ഒരു ചിന്ത മനുഷ്യൻ ഉണ്ടായിരുന്ന കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നിരിക്കണം. അപ്പം ആ ഒരു ചോദ്യത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു അന്വേഷണത്തിന്റെ ഉത്തരം എന്നോണം എന്നുള്ളതാണ്, ഇത് മാത്രമേ ഉള്ളോ, ഇത്രയും ഉള്ളോ ജീവിതം എന്നുള്ള ഒരു ചിന്തയിൽ നിന്നായിരിക്കും ഈ മതങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. അപ്പം മതം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ അഭിപ്രായം എന്നാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ഒരുവിധം എല്ലാ അഭിപ്രായങ്ങളും വന്ന് നിൽക്കുന്നത് ഇതൊരു ഡ്രസ് റിഹേഴ്സൽ മാത്രമാണ്, ഇതിനപ്പുറത്തേക്കുള്ളതാണ് ഒരു നിത്യത എന്നുള്ള ഒരു ചിന്തയിലാണ് വന്ന് നിൽക്കുന്നത്. അത് പക്ഷെ അത് ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ അവിടെ പോയ ആരും നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുമില്ല ഇതുവരെ. അപ്പം പക്ഷെ ആ ഒരു പ്രതീക്ഷയിൽ അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തിനാ ഈ ജീവിതം എന്ന് ചിന്തിക്കുമ്പോൾ അത് മനുഷ്യന് ഒരു പ്രത്യാശ കൊടുക്കാനാണ്. ഇവൻ പഠിക്കുന്ന ഒരാള് പോലും നാളെ തൻകാലിൽ നിൽക്കണം എന്നൊരു ചിന്തയോടെ പഠിക്കുന്നവരാണ്. ഒരു ജോലി എടുക്കുന്ന ആള് ആ ജോലിക്ക് ഒരു പർപ്പസ് ഉള്ളപ്പോഴാണ്, അതിനൊരു ഉദ്ദേശം ഉള്ളപ്പോഴാണ് അവർക്ക് ആ ജോലി ചെയ്യാൻ തോന്നുക എന്ന് പറയുന്നത്, അല്ലെ? അപ്പം നമുക്ക് ജീവിക്കുവാനും നമുക്കൊരു ഊന്നൽ ആവശ്യമുണ്ട്. എന്തിനു വേണ്ടി എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഇതല്ല, ഇതിനപ്പുറത്തൊരു ജീവിതം. അപ്പം അതിന് നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വരുന്നത്. അപ്പം ആ നിത്യതയിൽ നിന്ന് നോക്കുമ്പോൾ ആരൊക്കെയോ ചിന്തിച്ചിട്ടുണ്ടാവാം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അതിന് ഇവിടെയുള്ള ജീവിതം നന്നാക്കിയാലേ അവിടെയുള്ള ജീവിതം നന്നായിട്ടുണ്ടാവുള്ളൂ എന്ന് മനുഷ്യനെ ഒന്ന് പഠിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ടാകാം. അപ്പം ഈ അനീതി നിറഞ്ഞ ഒരു ലോകത്ത്, കുറെയൊക്കെ ഇൻജസ്റ്റിസ് ഉണ്ടായിരുന്ന ഒരു ലോകത്ത് കുറെയൊക്കെ ഒരു ജസ്റ്റിസ് കൊണ്ടുവരാൻ, ഒരു സമത്വം കൊണ്ടുവരാൻ, ഒരു മനുഷ്യന്റെ ഉള്ളിലെ നന്മനെ ഉണർത്താനൊക്കെ ആ ഒരു ചിന്ത സഹായിച്ചിട്ടുണ്ട്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല. അപ്പം പക്ഷെ അത് കുറെ വേറുറച്ച് കഴിഞ്ഞപ്പോൾ ആരൊക്കെയോ അവരുടെയൊക്കെ പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കഷ്ടമുണ്ടാകും, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പോകണം എന്നുള്ള ഒരു ചിന്ത മനുഷ്യൻ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴായിരിക്കണം ഒരുപക്ഷെ ഈ ഭയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ അതിലൊരു കാര്യം എനിക്കിവിടെ പറയാനുള്ളത്, ഈ സംഘടിതമായിട്ട്, അതായത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മതം ഉണ്ടാവുന്നതിന് മുമ്പ് പോലും ഈ പണ്ട് പ്രാകൃതർ എന്ന വാക്ക് അങ്ങനെ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് അറിയില്ല. മുൻകാലത്തും പിന്നെ ജീവിച്ച നമ്മുടെ പൂർവികർ അവർ പലപ്പോഴും ചിലപ്പോൾ മൃഗങ്ങളുടെ ആക്രമണത്താൽ, ഒരു പാമ്പ് കടിച്ച് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ തന്നെ ആ പാമ്പാണ് ഏറ്റവും നമ്മളെക്കാളും ശക്തൻ എന്ന് വിചാരിച്ചിട്ട് ആ പാമ്പിനെ ആരാധിച്ച ഒരു സമയം. അത് കഴിഞ്ഞ് പിന്നെ കുറെ കഴിഞ്ഞ ഒരു കീരി എന്ന് പറഞ്ഞാൽ അറിയാലോ, അപ്പൊ ഒരു കുറച്ചും കൂടെ ശക്തനായ ഒരു ജീവി അവരുടെ മുന്നിൽ നിന്ന് ആ പാമ്പിനെ പിന്നെ നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ അത് ഏറ്റവും ശക്തൻ ആരാണോ, ഒരു ശക്തനെ ആരാധിക്കുന്ന, നമുക്ക് പിന്നെ എന്താണ് പറയുക, എതിരിട്ട് നിൽക്കാൻ പറ്റാത്ത നമ്മുടെ മുകളിലുള്ള ഒരു ശക്തിയെ ആരാധിക്കുന്ന വെറും ഭയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിശ്വാസമായിരുന്നു മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അത് പിന്നെ മനുഷ്യന്റെ ബുദ്ധി വികസിക്കുന്നതിനനുസരിച്ച്, അവന്റെ ഭാവന വികസിക്കുന്നതിനനുസരിച്ച് മറീന വളരെ കറക്റ്റായിട്ട് പറഞ്ഞതുപോലെ ഈ ഭൂമിയിലുള്ള ഒരു ധാർമ്മികത നിലനിർത്താൻ കൂടി വേണ്ടി, കാരണം നമ്മുടെ മുന്നിൽ തന്നെ പല അന്യായങ്ങളും നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ ചോദിക്കപ്പെടാതെ പോവുക, തെറ്റ് ചെയ്യുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടുക, ചിലപ്പോൾ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും മരിച്ചു പോകുമ്പോൾ ഇവർക്ക് ശരിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലേ? അപ്പൊ അവരുടെ ജന്മത്തിന്റെ ബാക്കി നിൽക്കുന്ന ഭാഗത്തിന് ആര് മറുപടി പറയും എന്നൊക്കെയുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും ഇതിനൊക്കെ ഉത്തരം പറയാൻ ഒരു ശക്തി ഉണ്ടാവും
ഇതിനൊക്കെ ഉത്തരം പറയേണ്ട ഒരു സമയം വരും എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകളിലാണ് ഈ മതത്തിന് അടിസ്ഥാനമായിട്ടുള്ള വിശ്വാസം. പക്ഷെ മതത്തെ നമ്മൾ എത്രമാത്രം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് മറ്റൊരു ചിന്ത. പക്ഷേ ഈ മതത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ? നല്ലത് തന്നെ. അത് പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഗെയിമിലേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ വരുതിയിൽ ആൾക്കാർ നിൽക്കാൻ വേണ്ടി അതിനെ ഒരു ആയുധമാക്കി മാറ്റുന്നവിടത്താണ് അതിന്റെ ആ നന്മ നഷ്ടപ്പെട്ട് അതൊരു വെറും ഒരു ഭയം മാത്രമായി മാറുന്നത്. അവിടുത്തെ സ്നേഹം പോയി ഭയമായിട്ട് മാറുന്നത്. അപ്പൊ നമുക്ക് ഫർദറായിട്ട് പോകുന്നതിന് മുമ്പ് ഈ മറീന പറഞ്ഞതുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു പാട്ടാണ്. അതായത് ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം, ഉലകിൽ എന്താ പറയുക, നമ്മുടെ ഈ ജീവിതം എവിടെ തുടങ്ങുന്നോ എന്ന് നമുക്കറിയാം, പക്ഷെ എവിടെ അവസാനിക്കുമെന്നോ എപ്പോഴവസാനിക്കുമെന്നോ എങ്ങനെ അവസാനിക്കുമെന്നോ അറിയാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് അശ്വമേധത്തിലെ വയലാറിന്റെ വരികൾ ദേവരാജൻ മാഷയുടെ സംഗീതമാണ്. അപ്പം അതിൽ ദാസേട്ടൻ പാടിയ പാട്ട് അപ്പം ഈ നമ്മുടെ ഈ സബ്ജക്റ്റിനോട് ഏറ്റവും നീതി പുലർത്തുന്ന പാട്ടുകളിൽ ഒന്നാണ്. അപ്പൊ നമ്മുടെ സാജൻജിയാണ് നമുക്ക് വേണ്ടി ആ പാട്ട് പാടിത്തരുന്നത്. നമുക്കത് കേൾക്കാം. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ നമ്മൾ, വിധിയുടെ ബലിമൃഗങ്ങൾ. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമമെവിടെ ചെന്നോ. ഈ യാത്ര തുടങ്ങിയതെവിടെ നിന്നോ, ഇനിയൊരു വിശ്രമമെവിടെ ചെന്നോ. മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടലവരെ. മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടലവരെ, ഒരു ചുടലവരെ. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. കരളിലെ ചെപ്പിൽ സ്വപ്നമെന്നൊരു കള്ളനാണയം ഇട്ടതാര്. കരളിലെ ചെപ്പിൽ സ്വപ്നമെന്നൊരു കള്ളനാണയം ഇട്ടതാര്. കണ്ടാലകലുന്ന കൂട്ടുകാരോ, കല്ലെറിയാൻ വന്ന നാട്ടുകാരോ. കണ്ടാലകലുന്ന കൂട്ടുകാരോ, കല്ലെറിയാൻ വന്ന നാട്ടുകാരോ. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. ഈ മണ്ണിൽ കിടക്കുന്ന കൊഴിഞ്ഞ പൂക്കൾ, ഇതുവഴി പോയവർ തൻ കാലടികൾ. അക്കരെ മരണത്തിന്നിരുൾ മുറിയിൽ അഴുക്കുവസ്ത്രങ്ങൾ മാറിവരും, അവർ മടങ്ങിവരും. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം. വഴിയറിയാതെ മുടന്തി നടക്കും വിധിയുടെ ബലിമൃഗങ്ങൾ നമ്മൾ, വിധിയുടെ ബലിമൃഗങ്ങൾ. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുമലിൽ ജീവിതഭാരം.
അതിമനോഹരമായിട്ട് ആലപിച്ചു. പിന്നെ അതിലെ വരികൾ അല്ലേ, അവിടെ നമ്മൾ നേരത്തെ എന്തൊക്കെ സംസാരിച്ചു അതൊക്കെ ആ വരികൾ ഉണ്ട് ജീവിതത്തെ വരികളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടാ ചോദിക്കുന്നത്. അത് സാജൻ ജി പാടിയതാണെന്നുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കുന്നത് പോലെയും പറയുന്നത് പോലെയും ഒക്കെ തന്നെ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതിലെ ഓരോ വരിയും ഓരോ വാക്കും വളരെ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ് പാടിയത്. സാജൻജി, കൺഗ്രാറ്റ്സ്. അത് ഈ പഴയ പാട്ടുകൾ അദ്ദേഹം പരമാവധി അതിന്റെ ഫീല് കൊടുത്ത് പാടുമ്പോൾ കേൾക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. അത് ഇഷ്ടത്തോടെയാ പാടുന്നതെന്ന് നമുക്ക് എപ്പോഴും അറിയാം. ആ ഒരു ഇഷ്ടത്തോടെയാണ്. സ്വയം എൻജോയ് ചെയ്ത് പാടുന്നതിന്റെ ഒരു സുഖമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇത്ര നേരം സംസാരിച്ചത് നമ്മൾ അറിയാത്തതിനെ കുറിച്ചാണ്. കാരണം ഈ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ കുറെ ഊഹങ്ങൾ മാത്രമാണ്. പക്ഷെ നമുക്ക് അറിയുന്ന ചില സത്യങ്ങളുണ്ട്. നമുക്കറിയുന്ന സത്യങ്ങൾ, നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ പിരിഞ്ഞു പോയാൽ, അപ്പം നമ്മൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ പിരിഞ്ഞു പോയപ്പോൾ നമുക്ക് തോന്നിയ കാര്യങ്ങൾ, നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള നമുക്കറിയുന്ന ആളുകൾക്ക് അവരുടെ വേണ്ടപ്പെട്ട ആളുകൾ പോയപ്പോൾ അവരുടെ ദുഃഖം, അവരുടെ പ്രയാസം, ജീവിതത്തിൽ വരുന്ന ആ ഒരു എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാവുന്ന ഒരു ദുരന്തത്തിൽ പിടിച്ച് നിൽക്കാൻ പറ്റാതെ ഉള്ള ഒരുപാട് അവസ്ഥകളുണ്ട്. അപ്പം അത് തന്നെ ആയിരിക്കാം ചിലപ്പം പിന്നെ ഈ ഈ നമ്മൾ മരണത്തെ പേടിക്കുന്നതിന്റെ ഒരു കാരണം. അപ്പം അതിനെ കുറിച്ച് എന്താണ് മറീനക്ക് തോന്നുന്നത്? വിശ്വാസത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ, അത് ആദ്യമേ നമ്മൾ വിശ്വാസം കൊണ്ടുള്ള ഒരു ഭയത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ വിശ്വാസത്തിന് മാത്രം ആകണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ളവരെ ആ വിട്ട് പിരിഞ്ഞു പോകുന്നതിനുള്ള ആ ഒരു ചിന്ത, ആ അവരുടെ ആത്മബന്ധമൊന്നും നമുക്ക് എന്താ പറയാ, ഒരു ആത്മബന്ധമുള്ള ഒരാളല്ല മരിച്ചതെന്നുണ്ടെങ്കിൽ പോലും അവരുടെ വിഷമം കാണുമ്പം നമ്മൾക്ക് വിഷമം തോന്നാനുള്ള ഒരു ഇതുണ്ട് അല്ലെ, നമ്മൾ അങ്ങനെ നമ്മളുടെ കണ്ണ് നിറഞ്ഞെന്നിരിക്കും. അപ്പൊ നമ്മളെയൊക്കെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കുറെ ആളുകളുടെ സ്നേഹമാണ്. മനുഷ്യന് ഒന്നും തന്നെ ഇല്ലെന്നുണ്ടെങ്കിലും ആ സ്നേഹത്തിൽ നിന്നാണ് ജീവിതം തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പം അത് നഷ്ടപ്പെടുമ്പോൾ അത് ആർക്കും ഭയങ്കര ബുദ്ധിമുട്ടാകും. ചിലർക്ക് അവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു ആങ്കർ തന്നെ ആയിരിക്കും, അവരുടെ ഒരു ജീവിതത്തിന്റെ നങ്കൂരം തന്നെ പോയതുപോലെ ആയിരിക്കും, അവരൊരു ദിശയിലേക്ക് നയിക്കുന്നവരായിരിക്കും. അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ പെട്ടെന്ന് നിരാശരായി പോകാം, ഒരു ജീവിതം തന്നെ ഭയങ്കര ഹോപ്പ്ലെസ് ആയി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വരും. അപ്പം അങ്ങനെയുള്ള ചിന്ത, ആ ഒരു ചിന്ത പോലും അവർക്ക് ഭയങ്കര ഭയാനകമായിരിക്കും. നഷ്ടപ്പെട്ടു പോയാൽ, ഇവർ പോയാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്ത ഭയങ്കരമായിരിക്കും. ചിലരാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു നിഷേധാത്മക രൂപത്തിലായിരിക്കും കാണുന്നത്. എനിക്കിത് സംഭവിക്കുകയില്ല, എന്റെ കൂടെയുള്ളവർക്കും ഇത് സംഭവിക്കുകയില്ല എന്നുള്ള ഒരു ഫുൾസ് പാരഡൈസിൽ അങ്ങനെ പോയെന്നിരിക്കാം. പക്ഷേ ഒരു ലീസ്റ്റ് പ്രാക്ടിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് അതായിരിക്കും ഒരു പക്ഷെ, ആ ഒരു ഡിനയൽ ഇതിലേക്ക് പോകുന്നതായിരിക്കും. അതിനൊരു നിഷേധാത്മക രീതിയിൽ അതിനെ സമീപിക്കുന്നത് അത് ഒട്ടും തന്നെ ശരിയായ ഒരു ഇതായിരിക്കും, ശരിയായ ഒരു ഏർപ്പാടല്ല. കാരണം ഞാനൊരു സിനിമയിൽ കണ്ടൊരു രംഗം ഓർക്കുന്നുണ്ട്. നമ്മുടെ സലീം കുമാർ അവതരിപ്പിച്ചൊരു സിനിമ. അദ്ദേഹം ഒരു ശവപ്പെട്ടി വിൽപ്പനക്കാരനാണ് ആ സിനിമയിൽ. അപ്പോൾ ഓരോ ആൾ മരിക്കുമ്പോഴും ആ കഥാപാത്രത്തെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്, കാരണം അയാൾക്കൊരു ബിസിനസ് നടക്കുകയാണ്. പക്ഷെ അവിചാരിതമായിട്ട് പിന്നെ എവിടെയോ പുറത്തുപോയി വന്നപ്പോൾ വീട്ടിന്റെ മുന്നിൽ ആള് കൂടിയിരിക്കുന്നു. അപ്പം പിന്നെ പുള്ളി പിന്നെ എന്താണ് സംഭവം എന്നറിയാതെ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് മരിച്ചത് സ്വന്തം മകൻ തന്നെയാണെന്ന് അറിയുന്നത്. അപ്പം അദ്ദേഹം അവിടെ ഒരു സാധാരണ മരണത്തിൽ സന്തോഷിച്ചതിനെ കുറിച്ച് ആലോചിച്ചിട്ട് വല്ലാതെ കരയുന്ന വല്ലാത്തൊരു സീനുണ്ട്. ഇത് ആ ഒരു ചെറിയ രംഗവും ചെറിയ സീനും ആണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്തിക്കാൻ ഉള്ള സാധ്യതകൾ തരുന്നതാണ്. കാരണം ഈ ദൈനംദിനം പത്രത്തിൽ ഒരുപാട് മരണ വാർത്തകൾ, അപകട വാർത്തകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ എന്തും ഒരു ആവർത്തന വിരസത കാരണം നമുക്ക് അതിനോടൊരു എന്താ പറയുക, പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ല, അത് നിർവികാരതയോട് കൂടി കാണാം. പക്ഷെ ഈ നിർവികാരതയൊക്കെ ഉണ്ടെങ്കിലും ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് നമുക്ക് അടുപ്പമുള്ള, നമുക്കറിയുന്ന, നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും പോകുമ്പോൾ നമ്മുടെ നിർവികാരതയൊക്കെ ഒരു നിമിഷം കൊണ്ട് മാറിയിട്ട് നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യാൻ തുടങ്ങണം. അപ്പൊ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ഈ പ്രോഗ്രാമിന്റെ അവസാന ഭാഗത്തോടു കൂടി ഇത്തരം അവസ്ഥകളെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം എന്നൊക്കെ ഉള്ളതും നമ്മൾ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്കിലും ഈ മരണത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു പോകുന്നത്. മരണം എന്ന് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമായിരിക്കെ നമ്മള് അതിന് തയ്യാറെടുത്തേ പറ്റൂ. നമ്മളുടെ തന്നെ മരണം മാത്രമല്ല, നമ്മളുടെ ചുറ്റുമുള്ളവരുടെ മരണത്തെക്കുറിച്ചും നമ്മള് ബോധ്യവാന്മാരായിരിക്കണം, അതിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പം പ്രായമായവരെന്ന് പറയുമ്പം അതിനോട് കുറെ കൂടെ അടുത്ത് സഞ്ചരിക്കുന്നവരാ. ആർക്കും എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം എന്നിരിക്കെ തന്നെ പ്രായമായിട്ടുള്ള മനുഷ്യർ
അവര് മരണത്തോട് കുറെ കൂടെ ഒത്തിരി അടുത്ത് സഞ്ചരിക്കുന്നവർ. അപ്പം ആ ഒരു ബോധ്യത്തോടെ ആയിരിക്കണം നമ്മളുടെ ഇടപെടലുകൾ എന്ന് പറയുന്നത്. അപ്പം അസിസിക്ക പറയൂ, പിന്നീട് ഒരു നഷ്ടബോധം ഉണ്ടാകാതെ നമ്മൾക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ നമ്മൾക്ക് അങ്ങനെയുള്ള ആൾക്കാരോടുള്ള ഇടപെടലുകൾ നമ്മൾക്ക് എങ്ങനെ വരുത്താം? അത് മറീന ചോദിച്ചതിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട്. അത് പിന്നീട് നമുക്ക് നഷ്ടബോധം ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത്, ജീവിതം എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ കുറെ നിമിഷങ്ങളുടെ ഒരു സമാഹാരമാണ് അല്ലെ. ഒരു ദിവസം എടുത്ത് ഒരു മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ഓരോ നിമിഷങ്ങൾ ചേർന്നാണ്. അതിന് നല്ല നിമിഷങ്ങൾ ഉണ്ടാവും, പ്രയാസം തോന്നിയ നിമിഷങ്ങൾ ഉണ്ടാവും. അപ്പൊ എത്രയധികം നല്ല നിമിഷങ്ങളുണ്ടോ അതാണ് നമ്മൾ പറയാ ഞാൻ ഇന്ന് ശരിക്കും ഒന്ന് ജീവിച്ചു. അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പറയാ ഞാൻ ഇവിടെ വന്നതാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ സന്തോഷിച്ചു എന്നാണ് അർത്ഥം. പക്ഷെ നമുക്ക് ആ സന്തോഷം തരുമ്പോഴും മറ്റൊരാളുടെ പ്രയാസത്തിന് കാരണമാവാതെ നമ്മൾ സന്തോഷിക്കുമ്പോൾ നമുക്ക് പിന്നീട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. നമ്മുടെ സന്തോഷം പൂർണ്ണമാവുന്നത് അങ്ങനെയാണ്. ഇപ്പൊ സാധാരണ പറയില്ല, ഇപ്പൊ എനിക്ക് നല്ല ഒരു മോട്ടോർ ബൈക്ക് ഓടിച്ച് പോകണം എന്ന് തോന്നുമ്പോൾ ഞാൻ അടുത്ത് കണ്ട് നിർത്തിയിട്ട് വേറൊരാളുടെ മോട്ടോർ ബൈക്ക് എടുത്ത് പോയിട്ട് സന്തോഷിച്ചു കഴിഞ്ഞാൽ അവിടെ വേറൊരാളൊരു ദുഃഖമുണ്ട്. പിന്നെ പോലീസ് കേസൊക്കെ വേറെ വിവരം. അവിടെ വേറൊരാൾ ദുഃഖിക്കുന്നുണ്ട്. അപ്പം അവിടെ ആ സന്തോഷത്തിന് ഒരിക്കലും പൂർണ്ണത കിട്ടുന്നില്ല. ഇതുപോലെ നമ്മൾ ജീവിതത്തിൽ പിന്നെ നമ്മൾ ഇടപഴകുന്ന ഓരോ കാര്യങ്ങളും മറ്റൊരാളുടെ എക്സ്പെൻസിലായിരിക്കരുത് നമ്മൾ സന്തോഷിക്കുന്നത്. നമ്മൾ സന്തോഷിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്കും കൂടി ആ സന്തോഷത്തിന്റെ ഭാഗമാക്കാൻ പറ്റുന്ന രീതിയിൽ നാളെ മറ്റന്നാൾ നമ്മൾ സന്തോഷിച്ചത് എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കുറ്റബോധം തോന്നാത്ത രീതി പോകാൻ പറ്റി. അതായിരിക്കും എനിക്ക് തോന്നുന്നു പിന്നെ ഏറ്റവും നല്ല ജീവിതവും പിന്നെ മരണത്തിലേക്ക് പോകാനുള്ള ഏറ്റവും നല്ല എന്താ പറയാ, എന്തായാലും നമ്മൾ മരണത്തിലേക്ക് പോകും. പക്ഷെ മരണത്തിന് പോകുമ്പോൾ ആത്മവിശ്വാസത്തോടെ പോകാനുള്ള ഒരു പിന്നെ രീതി അതായിരിക്കും എന്നാണ് തോന്നുന്നത് അല്ലേ? അതെ 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 അത് പ്രത്യേകിച്ചും നമ്മള് ഈ ഓരോ മനുഷ്യരും ഒരു പുസ്തകമാണെന്ന് പറയാം അല്ലേ. അപ്പം അവര് നമ്മളുടെ അടുത്തുനിന്ന് വിട്ടു പോകുന്നതിന് മുമ്പേ അവരെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നമ്മള് എന്താ പറയാ ശേഖരിച്ച് വെക്കണം, ഒരു വീഡിയോ ആയിട്ടോ ഒരു ഫോട്ടോ ആയിട്ടോ. അപ്പം അവർക്ക് പറയാനുള്ളത് എന്തെന്ന് കേൾക്കണം. അവർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ ആ ഒരു ജീവിതത്തിൽ നിന്നുള്ള മൂല്യങ്ങളും മുത്തുകളും നമുക്ക് കിട്ടുകയില്ല. അതിനു മുമ്പ് അവരോട് സംസാരിക്കുക, അവരുടെ കൂടെ സമയം ചെലവഴിക്കുക, അവർക്ക് പറയാനുള്ളത് എന്താണ്. ഒരുപക്ഷെ നമുക്ക് നാളെ നമ്മുടെ ജീവിതത്തിന് വഴികാട്ടിയായിട്ട് വരുന്ന ഒത്തിരി കാര്യങ്ങൾ അവരുടെ ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെയും നമ്മൾ നോക്കണം അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പ്രായമുള്ള ആളുകളായാലും ചെറുപ്പക്കാരായാലും ഈ പറഞ്ഞ പോലെ മരണം എപ്പോഴും എവിടെ ആർക്ക് വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ ആളുകളുമായിട്ട് നമുക്ക് ചെലവഴിക്കാൻ കിട്ടുന്ന നിമിഷങ്ങൾ പരമാവധി നല്ലതാക്കി മാറ്റുകയും, പ്രത്യേകിച്ച് മറീന പറഞ്ഞ പോലെ പ്രായമുള്ള ആളുകളാവുമ്പോൾ അവരൊരുപാട് അനുഭവത്തിന്റെയും അറിവിന്റെയും വലിയ എന്താ പറയുക ഒരു ശേഖരമാണ്. അപ്പം അതുകൊണ്ട് അവരുടെ കാര്യങ്ങളും അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അവരുടെ അനുഭവങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് നാളെ മറ്റൊരു തലമുറക്കൊക്കെ കൂടെ ഉപയോഗപ്രദം ആവുമെന്ന് നോക്കാം. ഇതൊന്നും അല്ലെങ്കിലും നമുക്ക് കുറേയുള്ള സന്തോഷകരമായ കുറെ നിമിഷങ്ങൾ നമ്മളെ ചുറ്റുവട്ടത്തും പിന്നെ പരത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളതായിരിക്കും കറക്റ്റ് അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് അടുത്തൊരു പാട്ടിൽ കിടക്കുമ്പോൾ അത് വളരെ അർത്ഥവത്തായ മറ്റൊരു പാട്ടാണ്. തലക്ക് മീതെ ശൂന്യാകാശം താഴെ മരുഭൂമി എന്ന് പറയുന്ന ഈ അശ്വമേധം എന്ന നാടകത്തിലെ വളരെ അർത്ഥവത്തായ വരികളാണ് രാഘവ മാഷിന്റെ സംഗീതം. അതെ മോഹന ചേച്ചിയാണ് ആ പാട്ട് പാടുന്നത്. ഇത് സുലോചന ചേച്ചി പാടിയിട്ടുണ്ട്, അതുപോലെ തന്നെ KS ജോർജും പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ നമുക്ക് മോഹന ചേച്ചിയുടെ ശബ്ദത്തിൽ അത് കേൾക്കാം. ദാഹജലം തരുമോ, ദാഹജലം തരുമോ. തലയ്ക്കുമീതെ ശൂന്യാകാശം താഴെ മരുഭൂമി, തപസ് ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ.
തരുമോ? അഴലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പൂക്കയുമ്പോൾ, അഴലിൽ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പൂക്കയുമ്പോൾ, തൊഴുകൈ കുടഞ്ഞ ആത്മാവിനെ തീർത്ഥജലം തരുമോ? തീർത്ഥജലം തരുമോ? തൊഴുകൈ കുടഞ്ഞ ആത്മാവിനെ തീർത്ഥജലം തരുമോ? തീർത്ഥജലം തരുമോ? തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ് ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ? ദാഹജലം തരുമോ? മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ, മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ, ചിറകടിച്ചെൻ കൂട് തകരും നേരം ജീവജലം തരുമോ? ജീവജലം തരുമോ? ചിറകടിച്ചെൻ കൂട് തകരും നേരം ജീവജലം തരുമോ? ജീവജലം തരുമോ? തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ് ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ? ദാഹജലം തരുമോ? ദാഹജലം തരുമോ? മനോഹരമായിട്ട് പാടിയല്ലേ? അത് പാട്ടിന്റെ എല്ലാവിധ എക്സ്പ്രഷൻസും കൊടുത്തുകൊണ്ട് പാടിയെന്ന് മാത്രമല്ല, ചേച്ചിയുടെ സ്വരം വളരെ മനോഹരമായിട്ടുള്ള സ്വരമാണ് അല്ലേ? വളരെ എന്താ പറയാ, ഡെപ്തും അതേപോലെ തന്നെ നല്ല എന്താ പറയാ, ഏത് പാട്ടും പാടാനുള്ള ഒരു അതിനെന്താണ് പറയാ, വാക്ക് എനിക്കറിയുന്നില്ല. ഒരു നല്ല വിസ്തീർണമുള്ള ഒരു ശബ്ദമാണ്. അതിനെന്ത് എക്സ്പ്രഷൻസും കൊണ്ടുവരാൻ പറ്റും. അതെ അതെ, എനിക്ക് അങ്ങനെ ശബ്ദത്തെ കുറിച്ച് പറയാൻ അറിയില്ല, പക്ഷെ ശബ്ദം നല്ല തീർച്ചയായിട്ടും ഏതൊരു ഭാവവും നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് അത്ര ലീൻ ആയിട്ടുള്ള വോയിസ് അല്ല, അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു നല്ല ഒരു എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് നമ്മൾ ഭാവത്തിലൂടെ കൺവേ ചെയ്യണമെങ്കിൽ ശബ്ദത്തിന് ഇച്ചിരി ഒരു കട്ടി വേണമല്ലോ, അല്ലെങ്കിൽ അതിങ്ങനെ വളരെ തിന്നായിട്ട് പോകും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും മോന ചേച്ചി അഭിനന്ദനങ്ങൾ. അതോടൊപ്പം ഒരുപാട് നന്ദി ഇത്രയും നന്നായിട്ട് പാടി തന്നത്. മറീന, ഒരു കാര്യം എന്താ വെച്ചാൽ എന്താണ് അല്ല, ഞാൻ പറയായിരുന്നു നമ്മളെ വിഷയത്തിലോട്ട് വരുമ്പോഴ് നമ്മള് ഭയത്തെ കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, പലതരം ഭയങ്ങള്. അപ്പം ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള ഭയത്തെ കുറിച്ച് സംസാരിച്ചു, മറ്റൊരു നമ്മൾ ഉറ്റവരെ വെടിയുന്നതിലുള്ള ഒരു ഭയത്തെ കുറിച്ച് സംസാരിച്ചു. ഇനിയിപ്പം വേറെ ഒരു ടൈപ്പ് ഉണ്ട്, കുറച്ച് തമാശക്ക് പറയുകയാണെങ്കിൽ നമുക്ക് അവരെ കൺട്രോൾ ഫ്രീക്സ് എന്ന് പറയാം. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ഒരു ഭയം എന്നാന്ന് പറഞ്ഞാൽ മറുപുറത്തുള്ളത് എന്താണെന്ന് അറിയത്തില്ല. അപ്പം അത് അറിയാത്തതിന്റെ ഒരു വിഷമമുണ്ട്. അത് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതിനുവേണ്ടി അവരങ്ങ് ഒരുങ്ങിക്കോളും. നമ്മളുടെ കയ്യിൽ നിന്നും ആ ഒരു കൺട്രോൾ ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ചിന്ത കൊണ്ടുള്ള അതുകൊണ്ടുള്ള ഒരു ടെൻഷൻ അനുഭവിക്കുന്ന ആൾക്കാരും ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ ഒരു അനിശ്ചിതത്വമാണ് നമ്മൾ പലപ്പോഴും ഈ മരണത്തെക്കുറിച്ച് മാത്രമല്ല ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു അനിശ്ചിതത്വം.
അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു യാത്രയിൽ പോകുമ്പോഴിടക്ക് നമ്മൾ ട്രെയിനിൽ പോവാണ്, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകാൻ, ഫ്ലൈറ്റ് വൈകി നിൽക്കുകയാണ്, അടുത്തത് എന്താവും, സമയത്ത് പുറപ്പെടാൻ പറ്റുമോ, നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് അവിടെ എത്തുമോ എന്നുള്ളൊരു ചിന്ത. അതേപോലെ നമ്മളൊരു വീട്ടുപണി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളൊരു ബഡ്ജറ്റ് അനുസരിച്ച് ഒരു കാര്യം തുടങ്ങിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ടെൻഷൻസ് ജീവിതത്തിൽ നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ ജീവിതത്തിന്റെ സകല ടെൻഷൻസിനുമുള്ള ഒരു ഉത്തരം, അതായത് യാതൊരു ഉറപ്പും ഇല്ലാത്ത വലിയൊരു ഉത്തരം നമുക്ക് മുന്നിൽ ഇങ്ങനെ ജീവിതം തുറന്നു വെച്ചിരിക്കുകയാണ്. അതെ, അതാണത്. അപ്പം ഈ ഒരുപക്ഷെ നമുക്ക് അപ്പൊ അതിനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഈ എന്താണ് യാത്ര എങ്ങനെയാകും, ബഡ്ജറ്റിൽ നിൽക്കുമോ എന്നൊക്കെയുള്ള ഒരു കാര്യം വരുമ്പോൾ ആ ചിന്തയോട് ചേർന്ന് അപ്പം അതിന് വേറൊരു ടൈപ്പ് ഒരു ഭയമുണ്ട്. അതായത് ഈ പ്ലാനിങ് എന്നുള്ളത് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് എന്നുള്ളത് വിട്ട് കഴിഞ്ഞാൽ ഒരു ചിലർക്ക് ഇവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടാകും. അതിപ്പം നിസ്സാരമായിട്ട് നമ്മളുടെ അന്ത്യകർമ്മങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് മുതല് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ അതിന് എന്ത് സംഭവിക്കും എന്ന് വരെ വേവലാതിപ്പെടുന്നവരുണ്ടാകും. അങ്ങനെ ഒരു മരണത്തെ ഭയക്കുന്നവരുണ്ടാകും. അപ്പം ഇത് എന്തൊക്കെ തന്നെ ആയാലും എനിക്ക് തോന്നി, പക്ഷെ അത് നമ്മളുടെ സ്വത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി അങ്ങ് വേവലാതിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ മരണം എന്ന യാഥാർത്ഥ്യത്തിന് മുഖം തിരിച്ച് ജീവിക്കുന്നവരായിരിക്കും അങ്ങനെ എന്ന് പറയുന്നത്. കാരണം എന്ത് തന്നെ ആയാലും നമ്മളൊക്കെ ഒരിക്കലും മരിക്കും. മരിക്കുമ്പം നമ്മൾ എന്താണെങ്കിലും നമുക്ക് ഇവിടെ ഉള്ളതൊക്കെ നമ്മളിവിടെ വിട്ടേച്ച് തന്നെ പോവുക തന്നെ വേണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഭയം വെച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ നോക്കുകയാണ്, ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെയുണ്ട് നമ്മളുടെ മുമ്പില്. ഇപ്പം ഈജിപ്ഷ്യൻ കിങ്സിനെ ഒക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് കുറെയൊക്കെ കൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ളവരാ. പരിചാരകരായിട്ടാണെങ്കിലും സ്വത്തായിട്ടാണെന്നുണ്ടെങ്കിലും കൂടെ പിരമിഡ് കിട്ടി അതിനകത്ത് വെച്ച് കൂടെ കൊണ്ടുപോകാൻ, അടുത്തുള്ള ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചവരാ. പക്ഷെ സംഭവിച്ചത് എന്നാന്ന് പറഞ്ഞാൽ പരിചാരകരുടെ അസ്ഥിയും അവര് വിട്ടേച്ച് പോയ പുറകെ വന്നവരെ കണ്ടെടുത്തു എന്നുള്ളതാണ്. അതൊരു വളരെ ഭ്രാന്തമായിട്ടുള്ള ഒരു പ്രതീക്ഷയിൽ നിന്നാണ് അത് വരുന്നത്. കാരണം ഇവിടെയുള്ളതൊക്കെ തന്നെ അവിടെ വേണം എന്നുള്ളത്. അപ്പം അവിടെ ഈ മരിക്കുന്നതിനെ കുറിച്ചുള്ള ഭയത്തെക്കാളും ഇവിടെ ഉള്ളത് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ അടുത്ത ലോകത്തും വേണം എന്നുള്ളത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അടുത്ത ലോകത്തെ കുറിച്ചുള്ള ഒരു വിശ്വാസം ഇല്ലായ്മയാണ്. കാരണം അവിടെ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ ഇവിടുന്ന് തന്നെ കൊണ്ടുപോയിട്ട് വരുന്നത്. അതെ, നമ്മളിപ്പോ സാധാരണ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവരച്ച ഒന്നുകിൽ ട്രെയിനിലെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ യാത്രക്കിടയിൽ എവിടെ കിട്ടില്ല എന്ന് വിചാരിക്കുമ്പോഴാണ്. ആ സമയത്ത് നമ്മൾ പോകുന്ന സ്ഥലത്തെല്ലാം ഇതിലും ബെറ്റർ ആണെന്ന് അറിയുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പ്ലാൻ ചെയ്യില്ല. അപ്പൊ അത് അതെ നോക്കുകയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അവർക്ക് അവരെ കൂടെ തന്നെ കുറെ പരിചാരകർക്കൊക്കെ പോകേണ്ടി വന്നു എന്നുള്ളതാണ്, അവരുടെ സമയം എത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ സമയം കുറച്ച് മുമ്പോട്ടാക്കി മുമ്പോട്ടാക്കാൻ കാരണം. അതാണ് ഇവിടെ വളരെ അത് പറഞ്ഞവിടെ വളരെ കണക്ട് ആയിട്ട് പറയാൻ തോന്നുന്നത്. നമ്മുടെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, ഇത് ലോകത്തെ എല്ലാവരുടെയും നമ്മൾ ആവർത്തിക്കുന്ന ഒരു കഥയാണ്. അദ്ദേഹം അവസാനം ഈ രോഗാതുരനായി ഇപ്പം മരിക്കും എന്നുള്ളൊരു അവസ്ഥയിൽ വന്നപ്പോഴും പറഞ്ഞു, ഞാൻ എൻ്റെ കുടീരം കൊണ്ടുപോകുമ്പോൾ ഒരു 3-4 കണ്ടീഷൻസ് അദ്ദേഹം പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ടത് എൻ്റെ 2 കൈയും ഇങ്ങനെ പുറത്തേക്ക് പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് കാണിക്കണം, എന്നിട്ട് ഒന്നും ഇല്ലാതെയാണ് ഈ ലോകം കീഴടക്കാൻ വന്ന ഈ മഹാനായ അലക്സാണ്ടർ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം തന്നെ അങ്ങനെ കരുതിയിരുന്നു. അപ്പം ഇങ്ങനെ പോയിട്ടുള്ളത് അതുകൊണ്ട്, പക്ഷേ ഇനി വരുന്ന തലമുറ മനസ്സിലാക്കണം, ഒന്നും കൊണ്ടുപോകാതെ ആണ്, വെറും കൈയോട് കൂടെയാണ് അലക്സാണ്ടർ ചക്രവർത്തി മടങ്ങിപ്പോയത് എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇവിടെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സത്യം അലക്സാണ്ടർ ചക്രവർത്തി കുറച്ച് നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അത് നമ്മൾ ആ വാക്ക് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു സത്യം ഈ ജീവിതത്തിൽ നമ്മൾ വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നതും അതിനുവേണ്ടി നടക്കുന്ന ശ്രമങ്ങളും അതിനുവേണ്ടി നടത്തുന്ന രക്തക്കുരുതികളൊക്കെ അത് ഒന്നും നേടിക്കൊടുക്കുന്നില്ല എന്നുള്ള സത്യം ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം അറിഞ്ഞിരുന്നെങ്കിൽ, നേരത്തെ ഈജിപ്തിലെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞ പോലെ കുറെ ആളുകളുടെ ജീവിതം രക്ഷപ്പെടുമായിരുന്നു, ലോകത്ത് യുദ്ധം കുറയുമായിരുന്നു. ഇപ്പോഴും ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളൊക്കെ ഇത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത്, അതായത് ഈ ഭൂമിയിൽ എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ട് ഭൂമിയിലുള്ള മറ്റു കുറെ ആളുകളുടെ ജീവിതം പെട്ടെന്ന് തന്നെ എടുത്തു കളയുന്ന ഒന്നാണ് യുദ്ധം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന പോലെ പരസ്പരം പ്രഖ്യാപിച്ച് നേർക്ക് നേരുള്ള യുദ്ധമല്ല, ആരും കാണുന്നില്ല. ഒരു മിസൈൽ വന്ന് പതിക്കുമ്പോൾ അത് ആര് വിട്ടതാണെന്നോ എവിടുന്നാണെന്നോ അറിയുന്നില്ല. അപ്പം അതേപോലെയുള്ള ഈ ഒളിയുദ്ധത്തിന്റെ ഒരു കാലഘട്ടം, ശരിക്കും ഇപ്പം നടത്തുന്ന യുദ്ധത്തെ നമ്മൾ അങ്ങനെ പറയേണ്ടി വരും. കാരണം യുദ്ധത്തിലൊക്കെ മരിക്കുന്ന ആരും ഒരു തെറ്റും ചെയ്തതൊന്നും ആയിരിക്കില്ല. വലിയ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊക്കെ പെട്ടുപോകുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പെട്ടുപോകുന്ന പ്രദേശത്ത് ജീവിക്കുന്ന സാധാരണ ആൾക്കാരെയാണ് ഇത്തരം ഈ
ഇതിൻ്റെ ചിന്തകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഈ ഒരു സത്യം പിന്നെ ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതും ഒന്നും നമുക്ക് നേടിത്തരില്ല എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഇച്ചിരി കൂടെ നല്ലൊരു ലോകം നമുക്ക് ഉണ്ടാവുമായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം ഈ നേരത്തെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ വളരെ നമുക്ക് അതേപോലെ തന്നെ ഭൂമിയിൽ ഇരിക്കുമ്പോഴും നമ്മൾ പലതും ബന്ധങ്ങൾ നഷ്ടപ്പെടും എന്ന് നമ്മൾ പേടിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു വിരഹാർദ്രമായ ഒരു പ്രണയഗാനമാണ് നമ്മുടെ ശ്രീജ നമുക്ക് വേണ്ടി പാടിത്തരുന്നത്. അത് പിന്നെ ആശാജിയുടെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഇത്. പ്രാൺ ജായേ പർ വചൻ എന്ന് പറയുന്ന പിന്നെ ഇതിൻ്റെ ആ ഒരു സിനിമയിൽ ഒ.പി. നയ്യാറിൻ്റെ സംഗീതമാണ്, എസ് ബിഹാരിയുടെ വരികളാണ്. ഇപ്പോൾ ചേൻ സേ ഹംകോ കബി എന്ന് പറയുന്ന പാട്ടാണ് പിന്നെ ശ്രീജ നമുക്ക് വേണ്ടി. അപ്പൊ ഈ പാട്ട് കേട്ട് പാടും. കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ടില് വളരെ ഭാവം ഒക്കെ കൊടുത്ത് ഭാവാതിരയായിട്ടാണ് പാടിയത്. അതുപോലെ ഇവിടെയും നല്ലൊരു ഭാവത്തില് നമുക്ക് പാട്ട് പ്രതീക്ഷിക്കാം. ശ്രീജ ഗായികയും അഭിനേത്രിയാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം പാട്ട് എങ്ങനെയാണെന്ന്. അപ്പൊ നമുക്ക് നോക്കാം, പാട്ട് കേട്ടതിന് ശേഷം തുടരാം. आपने जीना दिया
പറയൂ മറീന പറയൂ. ശ്രീജ ഇപ്പോഴത്തെയും പോലെ ഭംഗിയായിട്ട് പാടിയെന്ന് മാത്രമല്ല നമ്മളെ കൂടെ കൊണ്ടുപോവുകയും ചെയ്തു ആ പാട്ടില്, അല്ലേ? മനോഹരമായിട്ട് പാടി. എന്താ പറയാ, ശ്രീജ ഓരോ പ്രോഗ്രാം കഴിയുന്നോറും ശ്രീജയുടെ ഒരു സ്റ്റാൻഡേർഡ് ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരുന്നുണ്ട്. ശ്രീജ അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഈ സിനിമയുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ അതിന്റെ അർത്ഥമായിട്ടില്ല. പ്രാൺ ചായേ പർ ഭജൻ ന ജായേ. ആളുകൾ മരിച്ചു പോകും, പക്ഷെ വാക്ക് മരിക്കുന്നില്ല എന്നാ പറയുന്നത്. വല്ലാത്തൊരു പ്രോമിസ് ഇതിന്റെ ഉള്ള ഒരു വാല്യൂ ആണ്. ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോ മറീന പറയായിരുന്നു, പ്രായമാകുമ്പോൾ നമ്മള് ഒരുപാട് ആദികൾ, മനസ്സിലുള്ള ഉത്കണ്ഠകളുണ്ട്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ എന്റെ സ്വത്ത് എന്താവും, അത് അന്യാധീനപ്പെട്ടു പോവോ, അല്ലാതെ അർഹിക്കുന്ന ആളുകൾക്ക് തന്നെ കിട്ടുമോ എന്നുള്ള ഇത്. അപ്പൊ അവിടെ ഉള്ള ഒരു വാക്കാണ് സാധാരണ ആളുകൾ വില്ലെഴുതി വെക്കുക ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത് പ്രായമുള്ള ആളുകൾ അവരങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ അതിന് തീർച്ചയായിട്ടും അതിനൊരു പ്രാധാന്യം കൊടുത്തിട്ട് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും അവരായിട്ട് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവരായിട്ട് സമ്പാദിച്ച സ്വത്തുകൾ അവരുടെ ആഗ്രഹം അനുസരിച്ചിട്ട് ചെലവഴിക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കുന്നു എന്നും എൻഷുർ ചെയ്യാണ് നമുക്ക് മരിച്ചതിന് ശേഷം ഒരാളോട് കാണിക്കാനുള്ള ഒരു എന്താ പറയാ സ്നേഹവും അവരുടെ ഓർമ്മയ്ക്കൊരു ഇത് കൊടുക്കുക എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് പറയുകയുണ്ടായി, യുദ്ധങ്ങളെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പം അതിനോട് ചേർന്ന് നമ്മൾക്ക് ചിന്തിക്കാവുന്ന മറ്റൊരു വിഷയമാണ് നമ്മള് ജീവൻ വിട്ട ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു മര്യാദ, അല്ലെ? ഇപ്പം ഈ വില്ലിന്റെ കാര്യം പറഞ്ഞതുപോലെ അവരുടെ വാക്കിന് കൊടുക്കുന്ന മര്യാദ പോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ സമകാലീന സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം നമ്മൾ ജീവൻ വിട്ടുപോയ ശരീരത്തിന് കൊടുക്കുന്ന ഒരു മര്യാദയാണ്. അപ്പം ഒരു ചെറിയ കുട്ടീനെ നമ്മൾ വെച്ച് അധികം വില പേശുകയില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല്, നാളെ സ്വയം സംസാരിക്കാനും പ്രതിരോധിക്കാനും ഒന്നും ശക്തിയില്ലാത്ത, എന്നാൽ നാളെ തനിക്ക് താനായി നിൽക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അതാണ് ഒരു പിഞ്ചു കുഞ്ഞായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചെറിയ കുട്ടികളോട് ഇത് ചെയ്യാത്തത്, അവരെ വെച്ച് വില പേശാത്തത്. എന്നാല് അതുപോലെ തനിക്ക് താനായി നിന്ന് വളരെ ബലത്തോടെയും പ്രതാപത്തോടെയും നിന്ന ഒരു വ്യക്തിയായിരിക്കും ഇന്ന് മരിച്ചു കിടക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ പ്രതാപവും വേണ്ട, ബലവും വേണ്ട, തനിക്ക് താനായിട്ട് നിന്ന ഒരു വ്യക്തിയാണ് മരിച്ചു കിടക്കുന്നത്. ഇന്ന് തന്റെ ശരീരം മറ്റാരെങ്കിലും എടുത്തുകൊണ്ട് പോകുവാൻ വേണ്ടി അവിടെ കാത്തു കിടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു ആത്മാവിനോടും ശരീരത്തോടും നമ്മൾ അപമര്യാദയായിട്ട് പെരുമാറാൻ പാടില്ല. അവർക്ക് നല്ല ഒരു യാത്ര നൽകി അയക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പം എന്ന് വെച്ചാൽ അത് മാത്രമല്ല, നമ്മൾക്ക് എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും അത് ജീവിച്ചിരിക്കുന്നവരോട് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ. മാറ്റങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ജീവിച്ചിരിക്കുന്നവർ തന്നെ വിചാരിക്കണം, അവരോട് സംവദിച്ചിട്ടേ കാര്യമുള്ളൂ. ഇപ്പം മരിച്ചവരോട് നമ്മളുടെ കോപവും രോഷവും അവരെന്താണെങ്കിലും അത് കാണാൻ പോകുന്നില്ല. ഇനിയിപ്പം പ്രശ്നങ്ങളുടെ മൂല കാരണം അവരായിരുന്നെങ്കിൽ തന്നെയും അവരറിയുന്നില്ല. നമ്മൾ എന്നൊക്കെ റക്കസ് ഉണ്ടാക്കിയാലും അവരത് കാണാൻ പോകുന്നില്ല, അവരറിയുന്നില്ല. മാറ്റങ്ങൾ ഉണ്ടാകണം ഈ ലോകത്ത്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ആ സംവാദം ജീവിച്ചിരിക്കുന്നവരുമായിട്ട് നടത്തിയിട്ടേ കാര്യമുള്ളൂ എന്ന തിരിച്ചറിവില് നമ്മള് മരിച്ചവർക്ക് മര്യാദ കൊടുത്ത് പറഞ്ഞു വിടുന്ന ഒരു സമൂഹമായിട്ട് നമ്മള് വീണ്ടും മാറണം. ആ ഒരു ചിന്ത പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. പലപ്പോഴും പണ്ടേ നമ്മൾ ചെറുപ്പത്തിലെ നമ്മളോട് ഒക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, അത് മരിച്ച ആളുകളെ കുറിച്ച് നമ്മൾ എന്താ ശരിയല്ലാത്ത രീതിയിൽ സംസാരിക്കരുത്, മോശമായ രീതിയിൽ അവരെ കുറിച്ചുള്ള മോശമായിട്ടുള്ള ഓർമ്മകൾ നമ്മൾ അങ്ങനെ പറഞ്ഞ്, കാരണം അവർക്ക് ഒരിക്കലും വന്ന് തിരിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പറയുന്ന കാര്യം വീണ്ടും നമുക്കും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. നാളെ ഇപ്പൊ നമ്മളൊരാളെ കുറിച്ച് പറഞ്ഞു പോയി, ചിലപ്പോൾ അടുത്ത ദിവസം നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കും അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജീവിച്ച ഒരു സമയത്തുള്ള എല്ലാ കാര്യങ്ങളും അയാളുടെ ജീവിതം അവസാനിക്കുന്നതോടുകൂടി നമ്മൾ അയാൾക്ക് ക്ഷമിച്ചു കൊടുക്കുക, പുറത്തു കൊടുക്കുക. ആരായി കഴിഞ്ഞാലും ശരി, മരിച്ചാൽ നമ്മൾ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു യാത്രയാണ്. കാരണം നമ്മള് എന്താണ് പറയാ, നമ്മള് കരയിലൂടെ വാഹനമൊക്കെ ഓടിച്ചു വന്ന് കടലിലിറങ്ങുമ്പോൾ എല്ലാം മാറ്റിവെച്ച് നമ്മളെന്താ പറയാ, നമ്മുടെ വസ്ത്രം കൂടി നനയുന്നതുകൊണ്ട് ആയിട്ട് നമ്മൾ വെള്ളത്തിലിറങ്ങുന്നത് പോലെ നമ്മൾ ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുമ്പോൾ അതുവരെ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും, അതെല്ലാ സമ്പാദ്യങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് പോകുന്നത് പോലെ നമ്മൾ സ്വന്തമായിട്ടല്ല, മറ്റൊരാളുടെ സഹായത്തോടെയാണ്. അപ്പൊ അത്രയും എന്താണ് പറയാ, നിസ്സഹായനായ ഒരു ജീവിതത്തോട് നമ്മളൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ മരണം എന്നുള്ളത് സാധാരണ പറയുന്നത് പോലെ ഇന്ന് ഞാൻ നാളെ നീ എന്ന് ഓരോ മൃത ശരീരവും നമ്മളോട്
നോക്കി പറയുകയാണ് എന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ പിന്നെ നമ്മൾ ഒരു മരിച്ച ഒരാളെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുമ്പോഴോ പറയുമ്പോഴോ നാളെ നമ്മളും ഇതേ വഴിയിലൂടെ പോകാനുള്ളതാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യത്തിൽ എനിക്ക് തോന്നുന്നു മതങ്ങളൊക്കെ നിഷ്കർഷിക്കുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വാല്യൂ, ഒരു ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടി വളരെ നല്ലതാണെന്നാണ് തോന്നിയിട്ടുള്ളത്. ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ കുറെ ജീവിതത്തിൽ ചില കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മൾ നല്ല രീതിയിൽ ഈ ഭൂമിയിലെ ജീവിതം നന്നാക്കാൻ വേണ്ടി, പരസ്പരമുള്ള ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, അത് എന്തിന്റെ പേരിലായാലും നല്ലതാണ്. അത് മതത്തിന്റെ പേരിലായാലും അല്ലാത്തതിന്റെ പേരിലായാലും നല്ലതിനു വേണ്ടി, നല്ല എന്താണ് പ്രയോജനകരമായ ഫലങ്ങൾ ഉളവാക്കുന്ന എല്ലാ കാര്യങ്ങളും സൽക്കർമ്മങ്ങളാണ്, നല്ല ചെയ്തികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. പിന്നെ നമുക്ക് അടുത്ത പാട്ട് അതെ, അതൊരു വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ അതിലെ ഒരു വരിയാണ് എന്നെ വളരെയധികം ആകർഷിച്ചത്. അത് ഏക് പൽഹേ ഹസ്ന ഏക് പൽഹേ റോന. നമ്മൾ ഒരു ദിവസം പിന്നെ സന്തോഷിക്കുന്നു, വേറൊരു ദിവസം കരയുന്നു. ഇത് എന്തൊരു കളിയാണ് ഈ ജീവിതം എന്ന് ചോദിക്കുന്നതാണ്. നമ്മളെ ജീവിതത്തിലെ പല നിസ്സഹായ അവസ്ഥകളുമാണ്. അത് ഞാൻ പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ദിവസം രാവിലെ ഇരുന്ന് ഒരു പത്രത്തിൽ ചരമകോളം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ ഒരുപാട് ആളുകൾ പത്രത്തിൽ ചരമകോളം വായിച്ചിട്ടുണ്ടാവും. അതിൽ കുറച്ച് ആളുകൾ നാളത്തെ ചരമകോളത്തിലെ വാർത്തകളായിരിക്കും. അത് വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് പിന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം മിനിയാന്നത്തെ ചരമ വാർത്ത വായിച്ചതിൽ കുറച്ച് പേരൊക്കെ ഇന്ന് മരിച്ചിട്ടുണ്ടാവും. അവരുടെ വാർത്ത ചിലപ്പോൾ നാളെ പത്രത്തിൽ വരാം. അപ്പൊ നമ്മൾ സോ ക്ലോസ് ആണ്. നാളെ എന്ത് സംഭവിക്കുന്നു പിന്നെ എന്നുള്ള കാര്യം നമുക്കറിയില്ല. നമ്മൾ ഇന്ന് ചിരിക്കും, നാളെ കരയും എന്നൊക്കെ പറയുന്ന പോലെയാണ്. അത് ഈ എന്താ പറയാ, ഈ ക്രിക്കറ്റ് കളി പോലെയാണ്. നമ്മൾ ആദ്യം ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സിക്സർ അടിക്കുകയും തട്ടസിക്കുകയും തിരിച്ച് നമ്മുടെ ടീമിനെതിരെ അടിക്കുമ്പോൾ നമ്മൾ വല്ലാതെ എല്ലാം രസകരമായിട്ട് അങ്ങനെ പറഞ്ഞു തന്നുള്ളൂ. അപ്പം അതുകൊണ്ട് അത്തരം ഒരു വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പാട്ടാണ് നമ്മുടെ ഷാജുക്ക, മുഹമ്മദ് ഷാജു KT, അദ്ദേഹമാണ് ഈ പാട്ട് പാടുന്നത്. ഇത് മുകേഷ് പാടിയ പാട്ടാണ്. ഭരത് വ്യാസിന്റെ വരികൾ, SN ത്രിപാഠിയുടെ സംഗീതമാണ്. ഇത് റാണി രൂപ്മതി എന്ന് പറയുന്ന ചിത്രത്തിൽ നിന്നാണ്. ഞാൻ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഷാജുവിന്റെ പാട്ട് കേൾക്കാൻ പോകുന്നത്. അതെ അതെ, അപ്പൊ നമുക്ക് കേൾക്കാം. लौट के आ, लौट के आ, लौट के आ, लौट के आजा मेरे मीर, लौट के आजा मेरे मीर, तुझे मेरे गीत बुलाते हैं। लौट के आजा मेरे मीर, तुझे मेरे गीत बुलाते हैं। मेरा सोना पड़ा रे संगीत, मेरा सोना पड़ा रे संगीत, तुझे मेरे गीत बुलाते हैं। लौट के आजा मेरे मीर। भर से गगन मेरे, भर से नयन देखो, तर से है मन तो आजा। भर से गगन मेरे, भर से नयन देखो, तर से है मन तो आजा। शीतल पवन ये लगे ये अगन, ओ सजन अब तो मुखड़ा दिखा जा। तूने भले रे निभाई प्रेम,
पल है रोना, कैसा है जीवन का खेला। एक पल है मिलना, एक पल बिछड़ना, दुनिया है 2 दिन का मेला। ये घड़ी न जाए दिन, ये घड़ी न जाए दिन, तुझे मेरे गीत बुलाते हैं। आ लौट के आजा मेरे मीत, तुझे मेरे गीत बुलाते हैं। मेरा सोना परार संगीत, मेरा सोना परार संगीत, तुझे मेरे गीत बुलाते हैं। हाँ लौट के आजा मेरे मीत। എങ്ങനെയുണ്ട്? ആദ്യമായിട്ട് പാട്ട് കേട്ട അഭിപ്രായം പറയും. മുകേഷ് ജിയുടെ സ്പെഷ്യലിസ്റ്റ് ആണോ ഷാജു എന്ന് പറയുന്ന ആള്? അതെ നല്ല അതെ, അദ്ദേഹം മനോഹരമായിട്ട് മുകേഷ് ജിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. അതെ അതെ, ചിലപ്പോഴൊക്കെ സൈഗാളിന്റെ പാട്ടുകളൊക്കെ പാടും, എങ്കിലും മുകേഷ് ജിയുടെ പാട്ടാണ് അദ്ദേഹത്തിന്റെ സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത്. ഏരിയ എന്ന് പറയുന്നത് അല്ലേ? ഇഷ്ടായോ? പാട്ട് ഇഷ്ടായോ? ഒത്തിരി ഇഷ്ടമായി. Yeah. അത് എത്ര മനോഹരമാണ് വരികൾ അല്ലേ? ഇക്പൽ ഹെ മിൽന, ഇക്പൽ ബിജഡ്ന എന്ന് പറഞ്ഞ് അത് വിഷയത്തോട് പറഞ്ഞു വന്ന ആ കാര്യമാണ് പാട്ടില് പറഞ്ഞു വെക്കുന്നത്. അതെ, നമുക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ള നേരമായിട്ട് വരും. സമയമാകുന്നുണ്ട്. അതെ അതെ. അപ്പൊ അതിനിടയിൽ ഞാനൊരു ചെറിയൊരു ഒന്ന് ഇടപെട്ടോട്ടെ. അതായത് ഒന്ന് ഷാജുക്കാക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു മനോഹരമായിട്ട് പാടിയതിന്. രണ്ടാമത് നമുക്ക് വലിയൊരു അഭിനന്ദനം അറിയിക്കാനുള്ള മറ്റൊരു വ്യക്തിയുണ്ട്, നമ്മുടെ സംഗീതമയ ജീവിതത്തിന്റെ പ്രിയങ്കരിയായ ശ്രീമതി ബിന്ദു വേണുഗോപാൽ. ബിന്ദു വേണുഗോപാലിന് നമ്മുടെ സംഗീതമയ ജീവിതത്തിലെ ഞാനും മെറീനയും അതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും അഭിനന്ദനം അറിയിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത് നടന്ന സത്യജിത് റേ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ബിന്ദു സ്ക്രിപ്റ്റ് എഴുതിയ ക്ഷമയാ ധരിത്രി എന്ന ഡോക്യുമെന്ററിക്ക് ഏറ്റവും നല്ല സ്ക്രിപ്റ്റിനുള്ള അവാർഡ് കിട്ടി. നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് ഒരു വലിയ അവാർഡ് കിട്ടി. അതോടെ ഈ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഇതുണ്ടല്ലോ, ക്യാപ്ഷൻ എന്ന് പറയുന്നത്, അതിന്റെ വേർഡുകൾ, ടൈറ്റിൽ വേർഡ്സ് പിന്നെ ബിന്ദുവിന്റെ സംഭാവനയാണ്. അത് എത്ര കാവ്യാത്മകമാണ് പറഞ്ഞു വെച്ച ഒരു ഇതാണ്. വളരെ മനോഹരമായിരുന്നു. അതിന്റെ ബിന്ദുവിന് ഇനി ലഭിക്കാൻ പോകുന്ന ഒരുപാട് അവാർഡുകളുടെ ഒരു തുടക്കമാവട്ടെ ഈ അവാർഡ് എന്ന് ആശംസിക്കുകയും അതോടൊപ്പം ഈ ഡോക്യുമെന്ററിയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും ഈ സംഗീതമയ ജീവിതത്തിന്റെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് ക്യാരി ഓൺ ചെയ്യാം. അതെ, അപ്പം നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന ആ ഒരു സമയമാകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒന്ന് രണ്ട് ചിന്തകളാണ് നമ്മൾ എനിക്ക് തോന്നുന്നത് ഒന്നും കൂടി ഒന്ന് ആവർത്തിച്ച് നോക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. അതായത് മനുഷ്യന് ജീവിതത്തിൽ ഒരു നിയന്ത്രണമില്ലാത്ത 2 കാര്യങ്ങളാണ് ജനനവും മരണവും. ജനനം പോലും ഒരു പരിധിവരെ നമുക്ക് ഒരു നിയന്ത്രണം വെക്കാം. അതായത് നമ്മളുടെ സ്വന്തം ജനനത്തില് നമുക്ക് നിയന്ത്രണം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും മറ്റൊരു ജന്മം ഇവിടെ വേണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാൻ ഇന്ന് നമുക്ക് കുറെയൊക്കെ സാധിക്കും. പക്ഷെ ജനിച്ച ഒരാൾ മരിക്കണം എന്നുള്ളത് മാറ്റപ്പെടാത്ത ഒരു നിയമമാണ്. അത് അങ്ങനെ ആയിരിക്കെ നമ്മൾക്ക് സാധിക്കുക എന്ന് പറയുന്നത് സ്വന്തം മരണത്തിന് വേണ്ടിയും നമ്മുടെ ഉറ്റവരുടെ മരണത്തിന് വേണ്ടിയും നമ്മൾ തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ്. അതല്ല, അങ്ങനെ ഓൾറെഡി സംഭവിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് പൊരുത്തപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. അത് മാത്രമല്ല, നല്ല മരണത്തിന് വേണ്ടിയിട്ട് മരണശയ്യയിൽ കിടക്കുന്നവരെ സഹായിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അപ്പം അവർക്ക് തനിയെ മാത്രം യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഒരു യാത്രയിലേക്ക് അവർ പോവുകയാണ്. ഒരു ആവേശത്തിന് പോലും നമുക്ക് പറയാൻ സാധിക്കുകയില്ല നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, കൂടെ വരാം എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പം ആ ഏകാന്തത എന്ന് പറയുന്നത് അവർക്കൊരു ഭയവും ആശങ്കയും ഒക്കെ ഉളവാക്കുകയും ചെയ്യും. അത് അവരുടെ ഉള്ളിൽ ഉണ്ടാകും. അവർ വെളിയിൽ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ആശങ്ക അവരുടെ ഉള്ളിൽ ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ളവരെ എത്രയധികം നമുക്ക് എത്രത്തോളം കംഫർട്ടബിൾ ആക്കാമോ അത്രയും കംഫർട്ടബിൾ ആക്കണം.
അത് നിസ്സാര കാര്യങ്ങൾ മതി. അതായത് അവർക്ക് സമയത്തിന് ഭക്ഷണം കൊടുക്കുക, അവർക്ക് വെള്ളം കൊടുക്കുക, അവരുടെ മരുന്ന് സമയാസമയത്തിന് കൊടുക്കുക. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അവർക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ അവർക്ക് വേണമെന്ന് അവർ തിരിച്ചറിയുന്നതിന് മുമ്പേ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാരണം ഈ ശരീരത്തിന്റെ സുഖവും മനസ്സിന്റെ ആശ്വാസവും വളരെയധികം ഇണചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാം. അപ്പം ആ ഒരു തിരിച്ചറിവ് കൂടെ ഉള്ളവർക്ക് ഉണ്ടായാൽ മതി, കുറെയൊക്കെ അവരുടെ യാത്ര അങ്ങ് ഭംഗിയായിക്കോളും. അത് ഒരു കാര്യം എനിക്ക് ഇവിടെ പറയാൻ തോന്നുന്നത്, ഒരു പ്രായാധിക്യത്താലൊക്കെ ഒരു അസുഖമായിട്ട് കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന നല്ല സ്നേഹവും പെരുമാറ്റവും, അവർക്ക് ശരീരത്തിന് വേദന ഇല്ലെങ്കിൽ അവർ പലപ്പോഴും ആ സ്നേഹം കിട്ടാൻ വേണ്ടി കൂടുതൽ ജീവിക്കാൻ ആഗ്രഹിക്കും. ആഗ്രഹിക്കാം. അതെ. അപ്പം അങ്ങനെ കിട്ടുന്ന ആ ഒരു സന്തോഷം ചിലപ്പോൾ അവരുടെ ആയുസ് കുറേം കൂടെ നീട്ടി കൊടുത്തെന്ന് വരാം. ഇനി അഥവാ ഈ രോഗശയ്യയിൽ കിടക്കുന്ന ആരാലും നോക്കാതെ വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ നിൽക്കുന്ന ഒരാൾ പലപ്പോഴും നമ്മൾ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്, എൻ്റെ ഈ ജീവിതം ഒന്ന് പെട്ടെന്ന് അവസാനിപ്പിച്ചു തരണേ എന്ന് ആളുകൾ വളരെ എന്താ പറയാ ഹൃദയമുരുകി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട്. കാരണം കാരണം അവർക്കൊരു രക്ഷപ്പെടലായിട്ട് ായിട്ട് മാറാറുള്ളത്. അപ്പൊ നമ്മൾ വളരെ പ്രീഷ്യസ് ആയിട്ട് നമ്മൾ ഈ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ജീവിതം തന്നെ ചില നിമിഷങ്ങളിലും അടുത്തിട്ടാണ് ആളുകൾ മരണം ഏറ്റുവാങ്ങുന്നത്. അതെ. ഒരാള് മരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടല്ലോ, മരണം എപ്പോഴും നമ്മുടെ മേലെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മരണം പിടിച്ചു വാങ്ങുന്ന ആളുകൾ പോലും ഉണ്ട്. അപ്പം ഇത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ജീവിതം കളയാൻ പോകുമ്പോൾ അവർ എത്രമാത്രം മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിലായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകളെ എന്തുമാത്രം, മറീന പറഞ്ഞ അതേ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, എത്രമാത്രം അവരെ കംഫർട്ട് ചെയ്യാനും അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ ഒരു ആഗ്രഹങ്ങളാണ് അടുത്ത പാട്ടിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. വളരെ പ്രശസ്തമായ ആ പാട്ട്, മരണമെത്തുന്ന നേരത്ത് നീ എന്ന അരികിൽ അല്പം ഇരിക്കണേ എന്നുള്ള ആ ഒരു പാട്ട്, സ്പിരിറ്റ് എന്ന ചിത്രത്തിലാണ് ഇത്. എനിക്കൊന്ന് റഫീഖ് അഹമ്മദിന്റെ വരികളും ഷഹബാസ് അമന്റെ സംഗീതവും ശ്രീ ഉണ്ണിയേട്ടൻ പാടിയ പാട്ടുമാണ്. പിന്നെ ഇതിന് വേറെ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞപ്പോ? ഇല്ല, ചേട്ടൻ അത് പറഞ്ഞു വെച്ചു. എനിക്ക് തോന്നുന്നത് ഇനി നമ്മൾ എന്തെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഈ പാട്ട് ബാക്കിയത് പറഞ്ഞു, ബാക്കി കാര്യങ്ങൾ പാട്ട് പറയോ അല്ലെ? അതെ. നമുക്ക് കേൾക്കാം. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാൻ, ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസക്കണികൾ നിന്റെ ഗന്ധമുണ്ടാകുവാൻ, മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളിൽ പ്രിയതേ നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ, ഒരു സ്വരം പോലും ഇനി എടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ, അറിവും ഓർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ, മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. അധരമാം ചുംബനത്തിൻ്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ, പ്രണയമേ നിന്നിലേക്കു നടന്നൊരൻ വഴികൾ ഓർത്തെന്റെ പാദം തണുക്കുവാൻ, പ്രണയമേ നിന്നിലേക്കു നടന്നൊരൻ
വഴികൾ ഓർത്തെന്റെ പാദം തണുക്കുവാൻ. അതുമതി ഉടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായി ഉയിർത്തേൽക്കുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കുറച്ചു നേരം ഒന്നും പറയാനില്ലാത്ത പോലെ അല്ലെ, അത്രയും മനോഹരമായിട്ട് പാടി. അതെ. ബഷീർ ഭായി നോ വേർഡ്സ്, കാരണം ഇതിലും ഇൻവോൾവ് ആയിട്ട് ഈ പാട്ട് പാടാൻ പറ്റില്ല, അത്രയും മനോഹരമായിട്ട് പാടി. അതെ, നമ്മളെ വല്ലാണ്ട് ഇമോഷണലി അഫക്റ്റ് ചെയ്യുന്ന ഒരു പാട്ടാണ്. ഞാൻ കണ്ടു മെറീന അവിടെ ഇങ്ങനെ സകലവും മറന്ന് പാട്ടിൽ ലയിച്ച് അങ്ങനെ ഇവിടെ ഇരിക്കുന്നു. അപ്പം അതെ, അത് ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, വല്ലാതെ അഫക്റ്റ് ചെയ്യും. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമുക്ക് മരിക്കും എന്ന് വളരെ ഉറപ്പുണ്ടായാൽ പോലും നമ്മൾ അപ്പോഴ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് അറിയാതെ എല്ലാവരും ആഗ്രഹിക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ ഈ ഒരു തലമുറയിൽ പലർക്കും മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുന്നത്. കാരണം ഇപ്പോഴ് എന്താ വെച്ചാൽ നമ്മൾ ജീവിക്കാനുള്ള തത്രപ്പാടിനിടയിൽ പല സ്ഥലത്തും പോകുമ്പോൾ നമ്മൾ അതുവരെയുള്ള ജനിക്കുമ്പോഴും ജനിച്ചത് മുതലും നമ്മുടെ കൂടെയുള്ള മാതാപിതാക്കളുടെ കൂടെ അവർ പോകുമ്പോഴും നമുക്ക് യാത്രയേക്കാൻ പോലും പറ്റാത്ത അത്രയും നമ്മൾ തിരക്കിലാവുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തിരക്ക് അടുത്ത തലമുറയിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുകയും അതിലും നമ്മൾ പോകുമ്പോഴേക്ക് നമ്മുടെ മക്കൾക്ക് അതിലും കൂടുതൽ തിരക്കാവുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ പോയതും നമ്മൾ മറ്റുള്ളവരെ കൊണ്ടുപോകുന്നത്. അത്രയും ഇതിൽ പറയാനുള്ളത്. അതേപോലെ നേരത്തെ നമ്മുടെ ശ്രീ രാധാകൃഷ്ണൻ ജി പറഞ്ഞത് ഇപ്പൊ ഇക്കാലത്ത് മരണം ഉറപ്പായാൽ പോലും വെറും ഒരു കച്ചവടത്തിനും ലാഭത്തിനും വേണ്ടി ആളുകളെ വെന്റിലേറ്ററിൽ ഇടുന്ന ഒരു സംവിധാനം. അത് എനിക്ക് തോന്നുന്നു ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്നാണ്. ഒരുപാട് ക്രൂരതകൾ ഭൂമിയിൽ നടക്കുന്നുണ്ട്. അതിൽ ഒരു പണത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്നാണ് ശരിക്കും ഒരു മരണം ഒരാൾക്ക് നിഷേധിക്കുക എന്നുള്ളത്. കാരണം ഈ ആരോഗ്യ പ്രവർത്തകർ ഡോക്ടർമാർക്കൊക്കെ ഒരാൾ മരിക്കും എന്ന് ഉറപ്പാണെങ്കിൽ ആ സത്യം കുടുംബാംഗങ്ങളെ അറിയിച്ചിട്ട് നിങ്ങളിവിടെ വെക്കണം എന്നില്ല എന്ന് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് അവർക്ക് കംഫർട്ടബിൾ ആയ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് മരിക്കാൻ പറഞ്ഞേക്കാം. അത്ര കേസുകൾ നമുക്കറിയില്ല. ഈ പലപ്പോഴും ഇത് നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ സാധാരണക്കാർ അജ്ഞരാണ്. ഏതൊക്കെ കേസ്, കാരണം നമ്മളെപ്പോഴും അവസാന നിമിഷം വരെ നമ്മളെ വേണ്ടപ്പെട്ടവർ ഇനിയും തിരിച്ചു വരുമോ. കാരണം വെന്റിലേറ്ററിൽ കിടന്നിട്ടും ഒരുപാട് ആളുകൾ തിരിച്ചു വന്നിട്ടുണ്ട് ജീവിതത്തിൽ. അതുകൊണ്ട് വെന്റിലേറ്ററിൽ കിടക്കുന്ന എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ഇതിവിടെ വെച്ചിട്ട് പ്രയോജനമില്ല എന്ന് തോന്നുമ്പോഴത് ബന്ധുക്കളോട് തുറന്നു പറയാനുള്ള ഒരു മനസ്സ് ചെയ്യുന്നതോടുകൂടി എനിക്ക് തോന്നുന്നേ ഈ എല്ലാ ചിന്തകൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചിന്തകളെല്ലാം ഉരുത്തിരിഞ്ഞത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ എന്ന് പറയുന്നത് പോലെ ഈ ഭൂമിയിലുള്ള ഒരുവിധം എല്ലാ കണ്ടുപിടുത്തങ്ങളും നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു വിഷമം മറികടക്കാൻ വേണ്ടിയിട്ടുണ്ടായതാ. പക്ഷെ അത് പിന്നീടാണ് അതിനെ ഉപയോഗിച്ച് നമ്മൾ വഷളാക്കുക എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഇതിലേക്ക് അത് ഒരു ലാഭത്തിന് വേണ്ടി ഉപയോഗപ്പെടുമ്പോഴാണ്. അതായത് നമ്മൾ മനുഷ്യന്റെ നന്മക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാകുന്ന എല്ലാ സംവിധാനങ്ങളും പിന്നെ അത് ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴും. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അവർക്കറിയില്ല അവർ ചിലപ്പോൾ ഏത് വെന്റിലേറ്ററിലാണ് കിടക്കേണ്ടി വരിക. അവിടെയാണ് നമ്മൾ തിരിച്ച് നമ്മളെ പിന്തുടരുന്ന മരണത്തെ കുറിച്ച് ഓർക്കാത്തതിന്റെ ഉണ്ട് ഒരു സമയം എന്നുള്ളത് മറന്നുപോയിട്ട്. അതെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ അനാവശ്യമായിട്ട് വെന്റിലേറ്ററിലൊക്കെ ഇടുന്ന ആളുകൾ അവരെയും കാത്തും ഒരു വെന്റിലേറ്റർ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും എന്നുള്ള ചിന്ത അവര് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കട്ടെ എന്ന് മാത്രം നമുക്ക് അത്രയല്ലേ പറയാൻ പറ്റും. മാത്രം നമുക്ക് പറയാം. പിന്നെ ഇനി നമ്മള് അടുത്ത നമ്മള് വരുമ്പോഴ് എവിടെയോ വായിച്ചിട്ടുള്ള ഒരു ആശയമാണ്, ഒരമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ജനനം എന്ന് പറയുന്നത് അത് അത്രനാളും ജീവിച്ച് പരിചയിച്ച ചുറ്റുപാടിൽ നിന്നുള്ള ഒരു വേർപെടലാണ്. ഈ ഭൂമിയിലേക്കുള്ള വരവ് തന്നെ ശ്വാസമെടുക്കാൻ തത്രപ്പെട്ടുള്ള കരച്ചിലോടെയാണ് വരുന്നത്. അപ്പം നമ്മൾ മരിക്കുന്നത് അതുപോലെ വളരെ കഷ്ടപ്പെട്ടൊരു ശ്വാസം വലിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്.
പക്ഷെ ആ കുഞ്ഞിന് ജീവിതം ആരംഭിക്കുന്നത് അതിന്റെ അപ്പോഴത്തെ ചുറ്റുപാടിൽ നിന്നുള്ള ഒരു മരണമാണ് എന്നതുപോലെ നമ്മളുടെയൊക്കെ മരണവും മനോഹരമായ നാളെയിലേക്കുള്ള ഒരു കാൽവയ്പാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും. അതെ. പക്ഷെ അപ്പോഴും നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഉണ്ട്. അതായത് ഒരാളുടെ മരണം മാത്രമല്ല, അയാളുടെ കൂടെ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ അത്രയും നാളത്തെ ജീവിതത്തിന്റെ ഒരു മരണമാണ്. പിന്നെ അവർക്ക് ആ ജീവിതമില്ല, അവർക്കൊരു പുതിയ ജീവിതം തുടങ്ങണം. അപ്പം അവരെ അത് നമുക്ക് അങ്ങനെ പെട്ടെന്ന് വലിച്ചു മാറ്റി പറിച്ചു നടാവുന്ന ഒരു കാര്യമല്ല. ഒരു കൺക്ലൂഷൻ ഒക്കെ ഉണ്ടാകണം അവർക്കും. കാരണം മരിച്ചവര് പോയി, ജീവിച്ചിരിക്കുന്നവർ അപ്പോഴും ഉണ്ട്. അവരാ യാഥാർത്ഥ്യത്തോട് ഒന്ന് പൊരുത്തപ്പെട്ട് വരണം. അപ്പം എങ്ങനെയാണ് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു കാര്യത്തിന് അസീസക്ക എന്താണ് അവരുടെ ഒരു നമ്മുടെ സ്വന്തം ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രിയങ്കരായ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളൊക്കെ വിട്ടുപോയിട്ട് ഇപ്പൊ നമ്മുടെ സംഗീത ജീവിതം തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് ആളുകൾ നമ്മളിതിൽ പ്രേക്ഷകരായിരുന്ന ആളുകളും പിന്നെ നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഈ കുടുംബാംഗങ്ങളുടെ പിന്നെ ബന്ധുക്കളും പിന്നെ അവരുടെ തന്നെ ജീവിതത്തിന്റെ പാതിയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പലരിൽ നിന്നും ഇത് സംസാരിച്ചും അല്ലാതെയും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് 3 കാര്യങ്ങളാണ്. പിന്നെ ഒരു സ്റ്റേജ് വരെ നമുക്ക് ഒരിക്കലും ഈ ഒരു ഫാക്ടിനോട് നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ പറ്റില്ല. കാരണം അന്ന് വരെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന ഒരാൾ നാളെ ഇല്ല എന്നുള്ളത് നമ്മളെ മനസ്സ് സമ്മതിക്കാൻ കൂട്ടാക്കില്ല ഒരിക്കലും. അപ്പൊ അവിടെ ഒരു വല്ലാത്തൊരു സ്ട്രഗിളാണ് ഒരു പീരീഡ് വരെ. നമുക്ക് ഉറക്കം നഷ്ടപ്പെടാം, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരാം. നമ്മളിപ്പോ ഒരു വീട്ടിലാണെങ്കിൽ വീട്ടിന്റെ ഓരോ കോണിൽ പോകുമ്പോഴും അയാൾ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ. പിന്നെ നമ്മൾ എവിടെയും അവരെ പ്രതീക്ഷിക്കും, അവരുടെ ശബ്ദം നമ്മൾ പ്രതീക്ഷിക്കും. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ പോയി ഓരോ ദിവസം കൂടുന്തോറും ഈ മനുഷ്യന് ദൈവം തന്ന ഒരു വലിയ പിന്നെ ഒരു വരം എന്ന് പറയുന്നത്, പ്രകൃതി തന്ന ഒരു വരം എന്ന് പറയുന്നത് മറവിയാണ്. അപ്പൊ മറവി എന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ പഴയത് ഇങ്ങനെ മറന്നു പോവുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യമായിട്ട് പിന്നെ പറയാനുള്ളത്, ഇത്തരം സന്ദർഭങ്ങളെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും ഇത്തരം സന്ദർഭങ്ങളെ മറ്റുള്ളവർ എങ്ങനെയാണ് തരണം ചെയ്തിട്ടുള്ളത് എന്നതിനെ കുറിച്ച് കുറെ വായിക്കുമ്പോഴേ അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുമ്പോഴേ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചില ഉപദേശങ്ങൾ ഒക്കെ നമ്മളത് ആ ഒരു പീരീഡ് ഓവർകം ചെയ്യാൻ സഹായിക്കും. ഒന്ന്. രണ്ടാമത് വരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടുതൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പരമാവധി ചെയ്യുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് വായന ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ വായിക്കുമ്പോഴേ അറ്റ്ലീസ്റ്റ് നമുക്ക് വരികളിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല, പക്ഷെ എങ്ങനെയും കഷ്ടപ്പെട്ട് ഒരു കഥയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ആ കഥ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം അതിൽ പോകും. പിന്നെ നമ്മൾ പുറത്ത് വരും, പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് പുസ്തകം മാറ്റി വെക്കും. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും കഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിലൂടെ കുറേയൊക്കെ അതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. പിന്നെ മൂന്നാമത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ഒരു കാര്യം ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആയിട്ടില്ലായിരുന്നു. ഇപ്പൊ എൻ്റെ ഉമ്മ എനിക്ക് നഷ്ടപ്പെട്ടപ്പോഴും അതുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ എന്താ പറയുക, കൃഷി എന്നൊന്നും പറഞ്ഞുകൂടാ, ഞാൻ കുറച്ച് ചെടിയൊക്കെ കുഴിച്ചിട്ടിട്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ആ ഉമ്മ ജീവിച്ച ആ ചുറ്റുപാടിൽ ഇനിയും കുറേ ദിവസം ഇരിക്കണം എന്നുള്ള ചിന്തയിൽ ഞാൻ അങ്ങനെ മദ്രാസൊക്കെ ഉപേക്ഷിച്ചത് അങ്ങനെയാണ്, ആ ഒരു സമയത്താണ്. അപ്പം അവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ചെയ്യാണ്. അപ്പൊ അത് കുറച്ച് ദൂരെയുള്ള വയലിൽ പോയി വെള്ളമൊക്കെ കോരി കൊണ്ടുവന്ന് ചെയ്യുന്ന വെച്ചാൽ അത്രയും ജോലി ചെയ്യാണ്. അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ഇത് മാത്രമാണ്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് അവർക്കും കൂടി ഇഷ്ടമുള്ള എന്തോ ചെയ്യാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരും കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഉള്ളതുകൊണ്ട് ദൂരെ ഇരുന്ന് അവർ നമ്മളെ കാണുകയാണ്. അതേസമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അവർ സംതൃപ്തരാണ് എന്നുള്ളൊരു ചിന്ത. അപ്പൊ അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നമുക്ക് കുറച്ച് മാറിപ്പോകാൻ പറ്റും. മൂന്നാമത് തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ട് എന്നുള്ള, മറ്റുള്ളവർ വിളിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളിലാണ് ഇത്തരം കൂട്ടായ്മകൾ എപ്പോഴും ഗുണം ചെയ്യുക. പലപ്പോഴും നമ്മളും കൂടെ ഉണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മളിങ്ങനെയാണ് കവർ ചെയ്തത്. അതായത് ഇതിനപ്പുറം, അതായത് നമ്മൾ വല്ലാതെ ദുഃഖത്തിലിരിക്കുമ്പോൾ ഇതിനപ്പുറം ഒന്നും ഇല്ല എന്നാണ് നമുക്ക് പലപ്പോഴും തോന്നുന്നത്. നമ്മുടെ മുന്നിൽ ഒരു വലിയൊരു ഇരുട്ടാണ്, പക്ഷെ ഇരുട്ടിനപ്പുറത്ത് ഒരു ചെറുതായിട്ട് വെളിച്ചം തെളിഞ്ഞു വരും എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാലേ നമ്മൾ അറിയുള്ളൂ. കാരണം നമ്മൾ മുമ്പ് ഈ ഇരുട്ടിലൂടെ പോയിട്ടില്ല. കാരണം അപ്പൊ നമ്മളുടെ മുമ്പിൽ അപ്പം ഇരുട്ട് മാത്രമേ ഉള്ളൂ, വെളിച്ചം ഉണ്ടാകും എന്നൊരു ചിന്തിക്കാനുള്ള ഒരു അവസ്ഥ പോലും ആവില്ല അപ്പൊ നമുക്കല്ലേ. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഒരു 3 കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഒരു പരിധി. പിന്നെ പറയാനൊക്കെ തോന്നുന്ന മറ്റു പോയിന്റ്സ് ഉണ്ടാവാം. ഞാനിത് ഒരു 3 കാര്യങ്ങൾ ആലോചിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ, വെറുതെങ്കിലും ആയിട്ട്. പിന്നെ എനിക്ക് വേറെ
വീട്ടില് ഡാഡി മരിച്ചു കഴിഞ്ഞപ്പോ വീട്ടിലെല്ലാരും നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ചേച്ചിയും അത് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നിയത് എല്ലാവരും തന്നെയുണ്ട്. അത് കൂടുതൽ പ്രകടിപ്പിച്ചത് എൻ്റെ മൂത്ത ചേട്ടനും ചേച്ചിയും പിന്നെ എൻ്റെ തൊട്ടുമൂത്ത ചേട്ടനും അങ്ങനെയുള്ളവരൊക്കെയാണ്. അപ്പം അവര് അതങ്ങനെ പറയുമ്പോൾ എനിക്ക് ഞാൻ എങ്ങനെയാണ് കോപ്പ് ചെയ്യുക എന്നുള്ളത് ഞാൻ അങ്ങനെ അധികം എക്സ്പ്രസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. ഞാൻ കോപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഡാഡിനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഉള്ളത് അപ്പം വല്ലാണ്ട് മിസ് ചെയ്യുന്നു എന്ന് അവര് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തൊരു സൊല്യൂഷൻ എന്നാന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിലോട്ട് തന്നെ നോക്കിയാൽ നമുക്ക് കാണാം. ഡാഡിയും മമ്മിയും ആണ് നമ്മള് അല്ലേ? അവര് പാതി ഡാഡിയും പാതി മമ്മിയും ആണ് നമ്മള്. അപ്പം വല്ലാണ്ട് മിസ് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കിയാൽ നമുക്ക് അവരെ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു ചിന്ത അത് എന്റേതായിട്ടുള്ള ഒരു രീതിയാണ്. അത് എന്റേതായിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ ഇതേപോലെ എന്റേതായ ഒരു മെത്തേഡ് ഞാൻ ചിലരോടൊക്കെ പറഞ്ഞു കൊടുത്ത ഒരു കാര്യം. അപ്പം ഇതൊന്നും ചെയ്തിട്ടും എനിക്ക് സമാധാനം കിട്ടാതായപ്പോൾ ഞാൻ അവസാനം കണ്ടുപിടിച്ച ഒരു വളരെ ഇതായിട്ടുള്ള ചിന്ത, ഞാനും മരിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. നമ്മളായിട്ട് മരിക്കുകയല്ല, ഇത് നമ്മളെപ്പോഴും ഈ ഭൂമിയിൽ സ്ഥിരമായിട്ട് നിൽക്കും എന്നുള്ള ചിന്തയിലാണ്. നമുക്ക് ഇവരൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ, ഞാൻ തനിച്ചായല്ലോ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ തനിച്ചായിട്ട് നമ്മളിവിടെ ഇരിക്കാൻ പോവുകയല്ല, നമ്മളും പോവുകയാണ്. പിന്നെ അവര് നല്ലൊരു ലോകത്താണ്, നമ്മളും അവരെ ജോയിൻ ചെയ്യാൻ പോകണം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. പക്ഷെ പിന്നെ ഞാനും ഇവിടെ സ്ഥിരമായിട്ട് ജീവിക്കാൻ പോകുന്ന ആളല്ലല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് സത്യത്തിൽ നമുക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റുന്നത്. കാരണം മറ്റതൊക്കെ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് തിരിച്ചു വരും. നമ്മളും കൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു പാതിയായിട്ട് നമ്മുടെ ദുഃഖം സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു സൈക്കോളജിക്കലി. അപ്പൊ അതൊരു വലിയ ഒരു അതൊരു ആശ്വാസം തരുന്ന ഒരു പോയിന്റ് ആണ്. അപ്പോ എനിക്ക് തോന്നുന്നു അടുത്ത ഇതേപോലെ തന്നെ വളരെ വികാരാർദ്രമായിട്ടുള്ള ഒരു രംഗമൊക്കെ ഉള്ള, ഒരു രംഗമല്ല, ഒരുപാട് രംഗങ്ങളുള്ള മരണത്തിന്റെ ഒരു വേദനയും ഒക്കെ അണിഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ് ജോസഫ് എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പൊ ആ ചിത്രത്തിലെ ഒരു പാട്ടാണ് നമ്മുടെ സ്വന്തം നിസരി നമുക്ക് വേണ്ടി ഇവിടെ പാടിത്തരുന്നത്. അതായത് കണ്ണെത്താ ദൂരെ നീ മറയുന്നു എന്നുള്ളത്. അത് BK ഹരിനാരായണന്റെ പിന്നെ വരികള്, രഞ്ജിത്ത് രാജ് വർമ്മയുടെ സംഗീതം, വിജയ് യേശുദാസ് ആണ് ഇത് പാടിയത്. ഫീമെയിൽ വേർഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിസരിയുടെ ശബ്ദത്തിൽ ആ പാട്ട് കേൾക്കാം.
ഇങ്ങനെ ഉണ്ടായിരുന്നു. നിസരിയുടെ പാടാനുള്ള കഴിവ് അത് ഒന്ന് വേറെ തന്നെ. ആ പിച്ചൊക്കെ അങ്ങ് വളരെ അനായാസമായിട്ടാണ് പോകുന്നത്. പക്ഷെ നിസരി പാടുമ്പോൾ നമ്മുടെ ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ നിന്നാണ് അതിവിടെ കൊള്ളും നമുക്ക്. അങ്ങനെയാണ് പാടുന്നത്. അത് ഇവിടെ നേരത്തെ മാർസിസ്റ്റ് പറഞ്ഞ പോലെ മറീന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ഫ്ലോ ഉണ്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ മറീന ഓരോ കാര്യത്തിനും കമന്റ്സ് ഒക്കെ പറയുന്നത് ഇങ്ങനെ കേട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ്. കാരണം അത് വളരെ ആത്മാർത്ഥമായിട്ട് എന്താ പറയാ, നമ്മൾ ആലോചിച്ച് പറയല്ല, മറീന മനസ്സിൽ നിന്ന് എടുത്ത് പറയാണ്. അപ്പൊ അതിന് വളരെ നല്ലൊരു സിൻസിയറിറ്റി ഉണ്ട്. അതുകൊണ്ട് കീപ് ഇറ്റ് അപ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. താങ്ക് യു. കുറെയൊക്കെ എന്താ പറയാ ചിന്തകളിലെ അത് നമ്മൾ തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ നിന്ന് നമുക്ക് വരുന്ന ആ ഒരു ചിന്തകളാണ് അല്ലേ. അപ്പം അതിന്റെ പാതി ക്രെഡിറ്റ്, പാതിയല്ല, ഒരു 75% ക്രെഡിറ്റ് ചേട്ടന് തന്നെ പോകണം. താങ്ക് യു. അപ്പൊ എന്തായാലും ഞാൻ മുഴുവൻ എടുക്കുന്നില്ല, നമുക്ക് 50-50 എടുക്കാം മാക്സിമം. ഓ ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇനിയിപ്പോ ഒരു അവസാന ഗാനത്തിലേക്ക് പോയിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ശരി ഒരിക്കൽ കൂടി ഞാൻ പറയാം, അതിമനോഹരമായിട്ട് പാടി, ഫീൽ ചെയ്ത് പാടി. ആ പാട്ടിന്റെ എല്ലാ വരിയിലുള്ള എല്ലാ അർത്ഥവും നമ്മളിലേക്ക് എത്തിച്ചു. കൺഗ്രാറ്റ്സ് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെയാണോ ഞാൻ നേരത്തെ ബഷീറിന്റെ പാട്ടിന് ശേഷം ഞാനൊന്നും പറഞ്ഞില്ല, കാരണം ഞാൻ പാട്ടിൽ അതുപോലെ പോയിരിക്കുകയാണ്. ബഷീർക്ക പാടിയതും അതുപോലെ തന്നെ അങ്ങനെ ഒരു. അതെ അതെ, അത് ഞാനും സത്യം പറഞ്ഞാൽ ഞാനും കമന്റ്സ് പറഞ്ഞു എന്നറിയില്ല. ഒരു പാട്ടിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അപ്രിസിയേഷൻ അതാ, പാട്ട് കേട്ട് പറയാൻ മറന്നു പോവുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു ഞാനും. ആ പാട്ട് കേട്ടപ്പോൾ ഞാൻ ശരിക്കും മറീന അത് എൻജോയ് ചെയ്തിരിക്കുന്നതാണ് ഞാനും ശ്രദ്ധിച്ചത്. അപ്പം നമുക്കിനി എന്തായാലും അവസാന പാട്ടിലേക്ക് വരുമ്പോൾ സത്യത്തിൽ നമ്മൾ മരണത്തെ പേടിക്കേണ്ടതുണ്ടോ? നമ്മൾ ഇന്നത്തെ നമ്മുടെ വിഷയം അതാണ്. നമ്മൾ മരണത്തിന്റെ പല ആസ്പെക്റ്റുകളും പല ആംഗിളിലും നമ്മൾ നോക്കി. ശരിക്കും നമ്മൾ മരണത്തെ പേടിക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ മറുപടി പറയാൻ പോകുന്നത്. കാരണം അവസാനത്തെ ഗാനം പിന്നെ സുജാത ചേച്ചിയാണ് പാടുന്നത്. അത് നമ്മളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പൊ അഥവാ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇത് ഞാൻ പാട്ടിന്റെ കാര്യമല്ല പറഞ്ഞത്, അഥവാ നമ്മൾ മരണത്തെ പേടിക്കണമെങ്കിൽ തന്നെ പിന്നെ പേടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എങ്ങനെയൊക്കെ എന്തായാലും മരണം വരും എന്ന് പറയുന്നുണ്ട്. നമ്മൾ എന്താ പറയാ, ചിരിച്ചാലും മരിക്കും, കരഞ്ഞാലും മരിക്കും, എന്നാൽ ചിരിച്ചു മരിച്ചൂടെ എന്ന് പറഞ്ഞ് ഒരു പാട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ പേടിച്ചാലും മരിക്കും, പേടിച്ചില്ലെങ്കിലും മരിക്കും. നമുക്ക് പേടിക്കാതിരുന്നൂടെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാരണം ഈ എന്താ പറയാ, ഈ തമിഴ്നാടിന്റെ അതിർത്തി കഴിഞ്ഞാൽ പിന്നെ കേരളമാണ് എന്ന് പറയുന്നത് പോലെ ജീവിതം കഴിഞ്ഞാൽ അടുത്തത് മരണമാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളത് ജീവിതത്തിലാണ്, മരണത്തിലല്ല. മരണത്തിൽ പോയ ആരും തിരിച്ചു വന്നിട്ടില്ല, അവിടുത്തെ അനുഭവങ്ങൾ നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ജീവിക്കുമ്പോൾ ചെയ്യാനുള്ളതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് പേടിക്കാതെ മരണത്തെയും നേരിടാം എന്നുള്ളതിന്റെ ഒരു ചിന്ത. നിസരിക്ക് സോറി, പിന്നെ ഞാൻ നിസരിയുടെ പേര് പറഞ്ഞ അറിയാതെ പേര് വന്നത്. മെറീനക്ക് എന്താ അതിൽ തോന്നുന്നത്? നമുക്ക് നിസരിയോടും ചോദിക്കാം. എനിക്ക് തോന്നുന്നത് നമ്മുടെ ജീവിതം നമ്മള് ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്ന ഒരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ തന്നെ എനിക്ക് തോന്നുന്നത് നമുക്ക് മരണത്തെ ഭയക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ജീവിതം മറ്റുള്ളവരെ എത്രത്തോളം എൻറിച്ച് ചെയ്യാം എന്നുള്ളതല്ലാതെ, മറ്റുള്ളവർക്കൊരു ദോഷം ഉണ്ടാകാതെ, മറ്റുള്ളവനെ കരയിക്കാതെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. പിന്നെ രണ്ടാമത് ഒരു കാര്യം എന്നാന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ പ്രകൃതി ഇത് നമ്മൾ വിട്ടു പോകുന്ന ആ ഒരു പ്രകൃതി അടുത്ത തലമുറയ്ക്ക് നമുക്ക് എങ്ങനെ എത്ര ഭംഗിയായിട്ട് നമുക്കത് വിട്ടുപോകാം എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ചേട്ടൻ കുറച്ചും കൂടെ നമ്മള് കൊടുക്കൽ വാങ്ങലാണല്ലോ. അപ്പോ ചേട്ടന് കുറെ കൂടി അത് ഭംഗിയായിട്ടൊക്കെ പറയാനും ചെയ്യാനും സാധിക്കും. പിന്നെ എല്ലാത്തിലും ഉപരിയായിട്ട് ഈ നമ്മളുടെ ഈ ജീവിതത്തിലെ നമ്മളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരമാണ് അല്ലേ. അപ്പം ആ ശരീരത്തിനും മനസ്സിന് ആരോഗ്യമുള്ള ഒരു ശരീരത്തിലെ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരത്തിനോട് നമ്മളൊരു നീതി പുലർത്തണം. ആ ഒരു നീതിബോധത്തിലായിരിക്കണം നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള ശരീരങ്ങളോടും മറ്റുള്ള വ്യക്തികളോടും എന്നുള്ളതാണ്. അപ്പം ചേട്ടൻ അതിനെ തീർച്ചയായിട്ടും എനിക്കത് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റ്സ് തന്നെയാണ് ഇതിൽ മെറീന പറഞ്ഞിരിക്കുന്നത്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന എല്ലാവിധ പ്രയാസങ്ങൾക്കും കാരണം ഒന്നുകിൽ ഒരാൾ സ്വന്തം പിന്നെ ശരീരത്തോട് നീതി പുലർത്താത്തതോടെ, ഇപ്പൊ മദ്യപാനം മുതൽ പുകവലി മുതൽ മറ്റേ ശരീരത്തിന് ഗുണകരമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് സ്വന്തം ശരീരം, അതായത് ഏറ്റവും വലിയ പാർട്ട്ണർ ആയിട്ടുള്ള
ശരീരം പെട്ടെന്ന് നശിച്ചു പോകുന്നതും രോഗാതുരമാവുന്നതും അതൊരു കാരണം. സെക്കൻഡ്, മറ്റു മനുഷ്യരെ നമുക്ക് ആദരിക്കാനും അവരുടെ വേദനകൾ മനസ്സിലാക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് ലോകത്ത് മറ്റു തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് ചിലപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ചെറിയൊരു പ്രശ്നം ചിലപ്പോൾ രണ്ട് രാജ്യങ്ങളെ ബാധിച്ചേക്കാം. ഇപ്പൊ നമ്മൾ പിന്നെ റഷ്യയിലും ഉക്രൈനിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്ത് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് സത്യത്തിൽ. നമ്മൾ ഓരോ സ്ഥലത്തും പിന്നെ ഓരോ സന്തോഷകരമായതും അല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ജാതിയുടെ പേര്, മതത്തിൻ്റെ പേര്, രാജ്യങ്ങളുടെ പേര്, സംഘടനയുടെ പേര്, ആണ് പെണ്ണ് എന്നുള്ളതിൻ്റെ പേര്, ഇങ്ങനെ എന്തൊക്കെ വ്യത്യസ്തതകളുണ്ടോ ആ വ്യത്യസ്തതകളെക്കുറിച്ച് പിന്നെ നമ്മൾ നമ്മുടെ സമയം പാഴാക്കുകയും പരസ്പരം ദ്രോഹിക്കുകയും ചെയ്ത് എന്നാലും നമ്മൾ മരിക്കുന്നുണ്ട്. നേരത്തെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കാര്യം പറഞ്ഞ പോലെ എന്നിട്ടും ഒന്നും കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. എന്നിട്ടും ഇവിടെ ആരും ശക്തനായിട്ടില്ല. ലോകത്തൊരു ഭരണാധികാരിയും ഒരു ശക്തനും മരിക്കാതിരുന്നിട്ടില്ല. എന്തൊക്കെ ശക്തി ഉണ്ടായിട്ടും ഒരു ശക്തനും മരിച്ചിട്ട് തിരിച്ചു വന്നിട്ടുമില്ല. അപ്പൊ ഇത്രയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സ്ഥിതിക്ക് നമുക്ക് നേരത്തെ മറീന പറഞ്ഞ ആ 3 പോയിന്റ്സ്, സ്വന്തം ശരീരത്തോട് നീതി പുലർത്തുക, പിന്നെ സഹജീവികളോട് നമ്മൾ നീതി കാണിക്കുക, മൂന്നാമത് നമുക്കും അടുത്ത തലമുറക്കും ജീവിക്കുവാനുള്ള ഈ പ്രകൃതിയോട് നീതി പുലർത്തുക. ഇത് 3 ചെയ്തു കഴിഞ്ഞാൽ ഓരോ ആളുകളും നല്ലൊരു മതവിശ്വാസിയാണ്, നല്ലൊരു മനുഷ്യനാണ്. നമ്മൾ ഏത് ജാതിയോ ഏത് മതമോ അതൊക്കെ പേര് പറഞ്ഞോട്ടെ, പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു മനുഷ്യനാവും. നല്ല ഒരു മനുഷ്യനാവുമ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക, നമുക്ക് ട്യൂബ് ഇടാതെ തന്നെ നീന്താം എന്ന് പറയുന്നത് പോലെ എല്ലാ മതങ്ങളും എല്ലാ സിദ്ധാന്തങ്ങളും പഠിപ്പിക്കുന്നത് ഈ 3 കാര്യങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ട് ആ വലിയ പിക്ചർ കണ്ടുകൊണ്ട് അതിനിടയിലുള്ള ചെറിയ തരംതിരിവുകളിലേക്കും പിന്നെ ഭിന്നിപ്പിക്കുവാനുള്ള മറ്റുള്ളവരുടെ ശ്രമത്തിലൊന്നും നമ്മൾ പെടാതെ നമ്മളെ മനസ്സെപ്പോഴും ഈ ജീവിതത്തിന് അപ്പുറത്തേക്കുള്ള ഒരു യാത്രയെ കുറിച്ച്, അതിനപ്പുറത്ത് എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ശരിയാണെങ്കിൽ, ജീവിതം ശരിയാണെങ്കിൽ നമ്മൾ മരണത്തെ ഭയപ്പെടേണ്ട. മരണത്തെ ഭയപ്പെടുന്നത് കൊണ്ട് നമ്മൾ മരിക്കാതിരിക്കുകയും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചങ്കൂറ്റത്തോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ നാളെ മറ്റന്നാൾ നിങ്ങൾ നന്നായിട്ടാണോ ജീവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നന്നായിട്ടാണ് ജീവിച്ചത് എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ബോധ്യത്തോടെ പറയാൻ സാധിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല അല്ലേ? നമ്മൾ മരണത്തെ പേടിക്കേണ്ട കാര്യമില്ല. പകരം നമ്മുടെ ചുറ്റുഭാഗത്തും ഉള്ള ആളുകളെ നമുക്ക് കെയർ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. അപ്പൊ അത്തരം പിന്നെ മരണത്തോട് നമുക്ക് ഒരു പേടിയില്ലാതെ ഒരു സമാധാനത്തോടെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു സുജാ ചേച്ചിയുടെ ഈ ഒരു പാട്ട് കൂടെ കേൾക്കുമ്പോൾ, കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണത്. പാട്ടുള്ളത് എനിക്ക് തോന്നുന്നു അതിന്റെ രചയിതാവ് പിന്നെ ആരാണെന്ന് മറീനക്ക് അറിയോ? സ്വർഗമാ കേട്ട് സമയമരഥത്തിൽ ഉള്ള പാട്ട് അരനാഴിക നേരം എന്നുള്ള ചിത്രത്തിൽ നിന്നാണത്. ഫാദർ നാഗേൽ ആണ് ആ വരികൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു അച്ഛൻ എഴുതിയതിന്റെ ആ ഒരു ക്വാളിറ്റി അതിൽ കാണാനുണ്ട്. അത് ദേവരാജൻ മാഷയുടെ സംഗീതം, അതുമാതിരി തന്നെ മാധുരി അമ്മയും ലീലാമ്മയും കൂടിയാണ് അത് പാടിയെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇത്ര നേരവും നമ്മളിവിടെ ചെലവഴിച്ചു. ഇതുവരെ അത് സിനിമയിൽ നിന്നുള്ള പാട്ടാണെന്ന് പോലും അറിയില്ലായിരുന്നു. ഞാനത് കേട്ട് പഴകിയ പാട്ടാണ്, പക്ഷെ അത് സിനിമയിൽ നിന്നുള്ളതാണെന്നും കൂടെ അറിയില്ലായിരുന്നു. നമുക്ക് എന്തായാലും ഈ നമ്മൾ ഇത്ര നേരം ഇവിടെ ചെലവഴിച്ച ഈ ഒരു അരനാഴിക നേരത്തെ അർത്ഥപൂർണമാക്കാൻ ഈ സുജാ ചേച്ചിയുടെ ഈ പാട്ട് നമ്മൾ സഹായിക്കുമെന്ന് നമുക്ക് കേൾക്കാം. സ്വദേശ
എന്താ പറയാ, ഒരു വല്ലാത്ത ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് പോലെയാണ് സുജാത ചേച്ചിയുടെ ശബ്ദത്തിൽ പാട്ട് കേൾക്കുക എന്നുള്ളത്. പിന്നെ ഒരു വല്ലാതെ ആത്മവിശ്വാസം പകരുന്നത് എന്റെ സ്വദേശത്തേക്ക് ഞാൻ തിരിച്ചു പോവാ എന്നാണ് മരണത്തോട് പറയുന്നത്. അതൊരു ഭയങ്കരമാണ്. അതായത് അവിടെ എന്തോ ഉണ്ടെന്ന് പറയല്ല, ഞാൻ ശരിക്കും യഥാർത്ഥത്തിൽ അവിടെ എത്തേണ്ട ആളാണ് എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു വിശ്വാസം. അപ്പൊ നമുക്ക് ഇവിടെയാണ് നമ്മൾ സെറ്റിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ചിന്ത പോവുകയും നമുക്ക് കുറച്ചും കൂടെ ആളുകളോട്, കാരണം നമ്മൾ അതിഥിയായിട്ട് വീട്ടിൽ പോകുമ്പോൾ പൊതുവെ മാന്യമായിട്ടാണല്ലോ പെരുമാറുക. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അത്രയും സ്വാതന്ത്ര്യം നമ്മൾ എടുക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു അതിഥി എന്ന നിലയിൽ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് സ്വദേശത്തേക്ക് തിരിച്ചു പോവാണ് എന്ന് പറയുന്ന ഒരു ചിന്തയുടെ പിന്നിൽ ഒരു വല്ലാത്തൊരു ഫിലോസഫി ഉണ്ട്. സുജാത ചേച്ചിയോട് ഞാനൊന്നും പറയുന്നില്ല, വലിയൊരു നമസ്കാരം എന്നല്ലാതെ. എങ്ങനെയാണ് ആ പാട്ട് പാടുക അല്ലേ? അത്ര ഭംഗിയായിട്ട് പാടി. കണ്ണ് നിറഞ്ഞു. അത് സന്തോഷം കൊണ്ടാണോ എന്താന്ന് പറയാൻ പറ്റില്ല. അതോടൊപ്പം ഒരു വലിയൊരു അഭിനന്ദനം അറിയിക്കാനും ഒരു നന്ദിയും അറിയിക്കാനുള്ള ശ്രീ TK അനൂപ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ പാട്ടിന് വേണ്ടി ഗിറ്റാർ വായിച്ചത്. അദ്ദേഹം ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. ഞങ്ങളെ കൂടെ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അദ്ദേഹം ഇങ്ങനെ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടാക്കില്ല. അദ്ദേഹമാണ് ഈ സുജാത ചേച്ചിയുടെ പാട്ടിന് വേണ്ടി ഗിറ്റാർ വായിച്ച് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തത്. അപ്പൊ അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. മനോഹരമായിട്ട് വായിച്ചു. അപ്പം അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട്, എല്ലാവരും കേൾക്കുക. TK അനൂപാണ്. അപ്പം അദ്ദേഹത്തിനോടുള്ള നന്ദിയും അറിയിക്കുകയാണ്. അപ്പൊ മെറീന, നമ്മൾ ഇത് എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്? നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ആ പാട്ടിലെ വരികൾ തന്നെയായിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞതാണ് ആക്ച്വലി കടമെടുക്കാനുള്ളത്. നമ്മള് മുന്നേ പറഞ്ഞ 3 കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ചേട്ടൻ അത് വളരെ മനോഹരമായിട്ട് അത് വിശദീകരിക്കുകയും ചെയ്തു. നമ്മുടെ സ്വദേശത്തേക്ക് പോകുന്ന ഒരു ആത്മവിശ്വാസത്തോടെ നമ്മള് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ തന്നെ ആ ഭയത്തെ മാറ്റിവെച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്നുള്ള ആ ഒരു ചിന്തയിൽ നമുക്ക് ജീവിക്കാം. അപ്പം ആ ഒരു ചിന്ത വരുമ്പോൾ തന്നെ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ഭൂമി നമുക്ക് തന്നതിലും മനോഹരമായിട്ട് അടുത്ത തലമുറയ്ക്ക് നമുക്ക് വിട്ടുകൊടുത്ത് പോകുവാനും സാധിക്കട്ടെ. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അടുത്ത തലമുറ നമ്മളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളെ കുറിച്ച് നല്ലത് മാത്രം അവർക്ക് പറയാനുണ്ടാവട്ടെ. അത്തരം കാര്യങ്ങൾ നമ്മളിവിടെ വിട്ടുപോകേണ്ടതുണ്ട്. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത് ഒത്തിരി സ്നേഹത്തോടെയും അഭിമാനത്തോടെയും ഓർക്കത്തക്ക രീതിയിൽ നമ്മൾ ജീവിക്കുക. അപ്പൊ എന്തായാലും ഇത്ര നേരം ഈ പ്രോഗ്രാം കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നല്ല അഭിപ്രായങ്ങളും അറിയിച്ച എല്ലാവരോടും ഉള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞങ്ങളുടെ 146-ാമത്തെ എപ്പിസോഡാണിത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തരുന്നത് ഇത്രയും പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അവരെല്ലാം നമ്മുടെ സംഗീതമയ ജീവിതത്തിന്റെ കുടുംബാംഗങ്ങളായി മാറിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ആഗ്രഹിക്കുന്ന അടുത്ത ഈ 80 എപ്പിസോഡ് 150 എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് ഇതുവരെയുള്ള ഞങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ തട്ടിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങൾ എഴുതി അറിയിച്ചു തരിക. അതിൽ ഏറ്റവും നല്ല 5 അഭിപ്രായങ്ങൾ ഞങ്ങളിവിടെ പബ്ലിഷ് ചെയ്യും. അതിന് സമ്മാനവും നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പ്രേക്ഷകരും നിങ്ങളാൽ കഴിയുന്ന നല്ല ഒരു റിവ്യൂ, ഈ 150-ാമത്തെ പ്രോഗ്രാം ഇതുവരെ ഉള്ള എല്ലാ പ്രോഗ്രാമിനെ കുറിച്ചും മൊത്തത്തിലുള്ള നമ്മൾ കൈകാര്യം ചെയ്ത സബ്ജക്റ്റുകൾ, പാട്ടുകാർ, അവതരണം, ഇതിനെല്ലാറ്റിനെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 പേരിലേക്കെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ പരിപാടി എത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്ര നേരം ഇവിടെ ഇരുന്ന് പറഞ്ഞതും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെയൊക്കെ ആ ഒരു പരിശ്രമത്തിന് ഒരു നല്ല ഒരു ഫലം ഉണ്ടാവും എന്ന് പറയുന്നത് അല്ലെ. അപ്പാണ് ഞാൻ മറീനയുടെ വാക്ക് കടയെടുത്തുകൊണ്ട് എന്താണ് നമുക്കൊരു മനതൃപ്തി അഥവാ സംതൃപ്തി. പക്ഷെ നല്ല രസമുണ്ട് അത് കേൾക്കാം. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു സംതൃപ്തി മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം അത് നിങ്ങളുടെ അഭിപ്രായത്തിലൂടെയും സ്നേഹത്തിലൂടെയും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നും കൂടെ പറയാം അല്ലെ. അപ്പൊ നമുക്ക് എന്തൊക്കെയുണ്ടോ മറീന കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയാനുണ്ടോ? എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി എന്ന് മാത്രം പറയുന്നു. അപ്പൊ എന്തായാലും ഇത്രയും ഈ പ്രോഗ്രാമിൽ എനിക്ക് തോന്നുന്നു ഒരു ലീഡ് എടുത്തുകൊണ്ട് ഇത്രയും എന്നെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തതിന്റെ ഒരു പ്രത്യേക അഭിനന്ദനം മറീനയ്ക്കും അറിയിക്കുകയാണ്. അതോടൊപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.